ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മോഷൻലെസ് ട്രെയിൽ ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അല്ലെ കുഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പഠിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പറയാം എന്തോ. അപ്പൊ എന്താണ് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി, അല്ല ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. വെട്ടിയിട്ട തെങ്ങിന്റെ മണ്ടയിൽ കയറി വെട്ടണം. അപ്പൊ വെട്ടിയിട്ട തേങ്ങ തറയിലോട്ടിങ്ങനെ വരുമ്പോ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടി വരും. ഈ സ്പീഡ് കൂടിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. എന്തോന്ന്? അപ്പൊ വെട്ടിയിട്ട തേങ്ങ മാത്രമല്ല കേട്ടോ, മാങ്ങയായാലും എന്തായാലും വെട്ടിയിട്ട തേങ്ങ താഴോട്ട് വരുന്നതോ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടി വരും. ആ സമയത്ത് ആ തേങ്ങയ്ക്കുള്ള ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ വെട്ടിയിട്ട തേങ്ങ എന്തിന് എക്സാമ്പിൾ ആണ്? ആരെങ്കിലും പറയണേ, വെട്ടിയിട്ട തേങ്ങ എന്തിന് എക്സാമ്പിൾ ആണ്? മാങ്ങാത്തൊലി. ഫ്രീലി ഫോളിംഗ് ബോഡി. എന്തോന്ന് ഭാഗ്യ? ഫ്രീലി ഫോളിംഗ് ബോഡി. മനസ്സിലായില്ലേ? തേങ്ങ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും താങ്ങിക്കൊണ്ട് വരുന്നുണ്ടോ? പ്ലച്ചനെങ്കിൽ വരെയല്ലേ? എങ്ങനെ വരുന്നു? പ്ലച്ചന ഇമ്പോസിഷൻ കിട്ടും. പെട്ടെന്ന് പോകാം. എങ്ങനെ വരുന്നു? പ്ലച്ചന വരെയാണ് ഗൈസ്. അപ്പൊ വെട്ടിയിട്ട തേങ്ങ ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി. അപ്പൊ ഈ ഫ്രീലി ഫോളിംഗ് ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നോക്കടാ. ഓക്കെ, അപ്പൊ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? പറഞ്ഞു എല്ലാവരും പറഞ്ഞു എന്തുവാ? ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ഓൺ ഫ്രീലി ഫോളിംഗ് ബോഡി. നിങ്ങളും പണ. ദ ആക്സിലറേഷൻ experienced on freely falling body, that is called acceleration due to gravity. എഴുതിക്കോ എല്ലാവരും എഴുതിക്കോ ഗൈസ്. നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ട് ഗൈസ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ജി ആണ്. ഈ ആക്സിലറേഷൻ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി അഥവാ മാറിയാൽ കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടൂല, പൊട്ടും. ഓക്കെ, ആരൊക്കെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് ഇതാണ്. വേറൊരു സാധനമുണ്ട്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും, ക്യാപിറ്റൽ ലെറ്റർ ജി. ഇവര് രണ്ടുപേരാണ് ഗൈസ്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ അതിനൊരു വാല്യൂ ഉണ്ട്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് നമുക്ക് വേണ്ട. ഇനി പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ട ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ അടുത്ത തൊട്ട് പോയിന്റ് താഴെ എഴുതിക്കോ. സ്മോൾ ലെറ്റർ ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇല്ലെങ്കിൽ തൊട്ട് താഴെ വീണ്ടും എഴുതിക്കോ. സ്മോൾ ലെറ്റർ ജി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സെറ്റ് അല്ലേ ഗൈസ്? സെറ്റ് അല്ലേ? പറയണേ സെറ്റാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കേസ് പഠിക്കാൻ പോവാണ്. എല്ലാവരും കേസ് നമ്പർ 1. ഗൈസ് ലുക്ക് അറ്റ് ഹിയർ. കേസ് നമ്പർ 1 നമ്മൾ എഴുതേണ്ട പേര് ഫ്രീ ഫോൾ. ഇത് ഫ്രീ എന്നാണ് ഗൈസ്, ഇത് ഫോൾ എന്നാണ് ഗൈസ്. ഫ്രീ ഫോൾ എന്തോന്നാണ്? ഫ്രീ ഫോൾ. ബ്രാക്കറ്റിൽ മസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം, തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് വെട്ടിയിടുന്ന തേങ്ങ. ഫ്രീ ഫോൾ ബ്രാക്കറ്റിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് വെട്ടിയിടുന്ന തേങ്ങ. ഫ്രീ ഫോൾ ബ്രാക്കറ്റിൽ മസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം ഗൈസ്, തെങ്ങിന്റെ മണ്ടേന്ന് വെട്ടിയിടുന്ന തേങ്ങ ഗൈസ്. തെങ്ങിന്റെ നമ്മൾ ബീരങ്കിയൊക്കെയാണ് വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നത് ഗൈസ്. അപ്പൊ ഫ്രീ ഫോൾ, തെങ്ങിന്റെ മണ്ടേന്ന് വെട്ടിയിടുന്ന തേങ്ങ. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ വെട്ടിയിടുന്നതിന് മുന്നേ തേങ്ങ റെസ്റ്റിലായിരുന്നോ? അല്ലേ? തെങ്ങിന്റെ മണ്ടയിൽ വെട്ടിയിടുന്നതിന് മുന്നേ തേങ്ങ എങ്ങനെയാ? റെസ്റ്റിൽ. അപ്പൊ ഫ്രീ ഫോൾ എന്ന് കണ്ടാൽ
അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ല. ഇനിഷ്യൽ വെലോസിറ്റി 0. എടുത്ത് പറയൂല. ബ്രാക്കറ്റിൽ എഴുതിക്കോളണം കീവേഡുകൾ. ഒന്ന് ഫ്രീ ഫോൾ, ഇത് ഫ്രീ ഫയർ അല്ല, ഫ്രീ ഫോൾ ആണ്. 2 ഡ്രോപ്പിംഗ്, 3 റിലീസിങ്. ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെയുള്ള 3 കീവേഡുകൾ ഉണ്ടായിരിക്കും. റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എടുത്തിങ്ങനെ എറിയാന്നല്ല, ഇങ്ങനെ വെച്ചിട്ട് റിലീസ്. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ എറിയാല. ഹലോ ഗൈസ്, ഒന്നിവിടെ നോക്കൂ. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എറിയല്ല. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് ഡ്രോപ്പിംഗ്. അതായത് വെറുതെ ഇരിക്കുന്നവനെ, ഹലോ, വെറുതെ ഇരിക്കുന്നവനെ മാത്രമേ നമ്മൾ ഡ്രോപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഡ്രോപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, ഇവനെങ്ങനെയായിരുന്നു? എന്തോ പറയുമ്പൊക്കെ ഞാൻ കേട്ടുള്ളൂ. എങ്ങനെയായിരുന്നു? റെസ്റ്റിലായിരുന്നു ഗൈസ്. സോ ഇനിഷ്യൽ വെലോസിറ്റി 0, u = 0. എന്തൊക്കെയാണ് കീവേഡുകൾ? എന്തൊക്കെയാണ് ക്വസ്റ്റ്യനകത്തുള്ള കീവേഡുകൾ? എന്തൊക്കെയാണ്? ഫ്രീ ഫോൾ എന്ന്, അല്ലെങ്കിൽ എന്താ ഡ്രോപ്പിംഗ്, അല്ലെങ്കിൽ എന്താ റിലീസിങ്. ക്വസ്റ്റ്യനെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആൻ ഒബ്ജക്റ്റ് റിലീസ് എന്നേ കാണുള്ളൂ, ആൻ ഒബ്ജക്റ്റ് ഡ്രോപ്പ് എന്നേ കാണുള്ളൂ. അപ്പൊ ഉടനെ u = എഴുതിക്കൊള്ളാം, 0 എന്ന് എഴുതിയേക്കണം. സെറ്റ് അല്ലേ ഗൈസ്? ആട്ടാതെ പറയണേ, സെറ്റല്ലേ? സെറ്റാണ് ഗൈസ്. ഓക്കെ, എഴുതിക്കോളൂ. ദാണ്ട് എവിടെ നോക്കിക്കോ. ഞാനേ ഇതിനെ ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഗ്രൗണ്ട് നിങ്ങൾ ഫുൾ സ്പെല്ലിങ്ങിലേക്ക് എഴുതിക്കോളാം. ഗ്രൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് മുകളിലായിട്ട് ഞാനൊരു ഒബ്ജക്റ്റ്, നിങ്ങൾ ഈ കൺസിഡർ ചെയ്ത തേങ്ങയാണെന്ന് വിചാരിച്ചാൽ മതി ഗൈസ്. തെങ്ങിന്റെ മണ്ടയിലിരിക്കുന്ന തേങ്ങയാ, ഗൈസ്. വെട്ടിയിടുകയാണ്, താഴേക്ക് വരും. വെട്ടിയിടുമ്പോ എന്താ ഇനിഷ്യൽ വെലോസിറ്റി? എന്താ? 0 ആണോ? അല്ലേ? ഇനി താഴോട്ട് വരുന്തോറും ഈ തേങ്ങയുടെ സ്പീഡ് കൂടി വരുമോ, കുറഞ്ഞു വരുമോ? അതെ, ഒരേ സ്പീഡിൽ വരുമോ? തേങ്ങയുടെ സ്പീഡ് എന്ത് ചെയ്യും? പറയടോ, എന്ത് ചെയ്യും? കൂടിയല്ലേ വരിക. അതുകൊണ്ട് ഈ തേങ്ങയ്ക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടായിരിക്കും. ഒരു ഡൗട്ട് പഠിക്കരുത്. a = g എന്നങ്ങ് കൊടുത്തേക്കണം. മനസ്സിലായോ? ഫ്രീലി ഫോളിംഗ് ബോഡി, ഡ്രോപ്പ് ചെയ്യുന്ന ബോഡി, റിലീസ് ചെയ്യുന്ന ബോഡി, ഫ്രീലി ഫോളിംഗ് ബോഡി, എല്ലാ ബോഡികൾക്കും എന്തോന്നുണ്ടായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണുള്ളത്. മനസ്സിലായി? അല്ല a = v - u/t എടുത്തോണ്ട് പോവരുത്. a = എത്രയാണ്? g. ജിയുടെ വാല്യൂസ് എത്രയാ? അവിടെ ഉണ്ട്, ബുക്കിലുണ്ട്, നോക്ക്. ജിയുടെ വാല്യൂസ് എത്ര? 9.8 m/s². അല്ലെങ്കിൽ എത്രയാ? 10 ഇട്ട് ചെയ്തോ. 10 ഇട്ട് ചെയ്ത കുഞ്ഞ് വ്യത്യാസമൊക്കെ ഉണ്ട്. 9.8 ഇട്ട് ചെയ്യുന്നതാണ് പെർഫെക്റ്റ്. വാക്കാണ്. സെറ്റാണോ ഗൈസ്? സെറ്റാണ് ഗൈസ്. ഇനി അടുത്ത ഈ പറയുന്ന ഈ തേങ്ങ താഴോട്ട് ഇങ്ങനെ വരുന്നതോറും സ്പീഡ് കൂടി തറയില്, ഗ്രൗണ്ടില് വന്നെത്താൻ എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. സമയം. ഓക്കെ ആണോ? അപ്പൊ ഒരു സബ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോ ഗൈസ്. ടൈം ടേക്കൺ ബൈ എ ഫ്രീലി ഫോളിംഗ് ബോഡി to reach the ground. Time taken by a freely falling body to reach the ground. അതാണ് നമ്മുടെ സബ് ഹെഡ്. The time taken by the freely falling body to reach the ground. ഓക്കെ അല്ലേ? അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ക്വസ്റ്റ്യനിലൂടെ കൺസെപ്റ്റ് വരും. അപ്പൊ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനുമായി പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കും, ചെയ്യാനും പറ്റും ഗൈസ്. അപ്പൊ PCQ എന്ന് തന്നെ അടിച്ചോ. PCQ എന്ന് പറഞ്ഞാൽ എന്താണ് ഗൈസ്? PYQ എന്താണ് ഗൈസ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അതിനെ ഞാൻ നൈസായിട്ടൊന്ന് മാറ്റിയിട്ട് എന്താക്കി? PCQ. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ ഗൈസ്. അപ്പൊ PCQ എന്ന് അടിക്കണം. PCQ എന്ന സൈഡിൽ ഇടണം. എന്നിട്ട് അങ്ങ് എഴുതിക്കോളണം ഗൈസ്. ആൻ ഒബ്ജക്റ്റ്. PCQ എന്നിട്ടിട്ട് എഴുതിക്കോണം. ആൻ ഒബ്ജക്റ്റ് റിലീസ്. ആൻ ഒബ്ജക്റ്റ് എഴുതിക്കോണം എല്ലാവരും. റിലീസ്. ഹലോ, എഴുതുന്നില്ലേ? An object release from the top of a building. എല്ലാവരും എഴുതണം. An object release from the top of a building of height 100 meter. എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതണം ഗൈസ്. An object release from the top of a height 100 meter. What is the time? An object release from the top of a, ഞാൻ പറയണ കേട്ടാ മതി. An object
release from the top of a building of height 100 meter? What is the time taken by the object to reach the ground? What is the time taken by the object to reach the ground? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഗൈസ്. എല്ലാവരും ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് എഴുതണം. എന്നിട്ട് എല്ലാവരും ഇവിടെ നോക്കുക ഗൈസ്. എല്ലാവരും ഇവിടെ നോക്കണേ. എല്ലാവരും ഇവിടെ നോക്കണേ. ബുക്കുകളെല്ലാം ക്ലോസ് ചെയ്യണേ. ബുക്കുകളെല്ലാം ക്ലോസ് ചെയ്യണേ ഗൈസ്. യെസ്, ആ ക്വസ്റ്റ്യൻ വായിച്ചാല് ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ ഹലോ മാഡം, ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റില് നമ്മുടെ തേങ്ങ ഇരിക്കുകയാണ് ഗൈസ്. ആ ഹൈറ്റിനെ ഞാൻ ഇപ്പൊ തൽക്കാലം ആയിട്ട് എടുക്കുന്നു. പക്ഷെ ഹെച്ചിന് അവിടെ വാല്യൂ ഉണ്ട്, 100 മീറ്റർ എന്ന് വാല്യൂ ഉണ്ട്. ക്വസ്റ്റ്യനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആൻ ഒബ്ജക്ട് റിലീസ്. ഈ റിലീസ് എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? ബാഹ്യ റിലീസ് എന്ന് കണ്ടാൽ ഉടനെ U = പറഞ്ഞോ 0 എന്ന് കൊടുക്കണം. ഡ്രോപ്പ്, റിലീസ്, ഫ്രീ ഫോൾ എന്നൊക്കെ കണ്ടാൽ U = എന്താ? 0. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വെട്ടിയിട്ട തേങ്ങയാണിത്. ഇത് താഴോട്ട് വരുംതോറും ഇവന്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ G ആണ്. അതും മറക്കരുത്. പിടിയോ? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തുവാ? ടൈം ടേക്കൺ ബൈ ദ തേങ്ങ ടു റീച്ച് ദ ഗ്രൗണ്ട്. ഇവൻ നേരെ ഇവിടെ എത്താൻ എടുക്കുന്ന സമയമാണ് കാണേണ്ടത്. ഇത്രയുമാണ് ക്വസ്റ്റ്യനെ ഡീകോഡ് ചെയ്തെടുക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയാം. ക്വസ്റ്റ്യനകത്തൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കി ഒരു സിനിമ കാണുന്നത് പോലെ ക്വസ്റ്റ്യനെ ഡീകോഡ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വയ്ക്കണം. ഇങ്ങനെ എടുത്ത് വച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ടേംസ് ആണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ U ഉണ്ട് ഗൈസ്, നിങ്ങളുടെ കയ്യിൽ A ഉണ്ട് ഗൈസ്, നിങ്ങളുടെ കയ്യിൽ T ഉണ്ട് ഗൈസ്, അല്ലെങ്കിൽ T നിങ്ങൾക്ക് കാണണം ഗൈസ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ദൂരത്തിന് ഞാൻ H ആണ് കൊടുത്തതെങ്കിലും നിങ്ങൾക്ക് Hന് പകരം എന്തോന്നും യൂസ് ചെയ്യാം, S യൂസ് ചെയ്യാം. ദൂരം, ഡിസ്റ്റൻസാ. അപ്പൊ S ഉണ്ട് ഗൈസ്. ആരൊക്കെ ഉണ്ട്? U ഉണ്ട്, A ഉണ്ട്, T ഉണ്ട്, S ഉണ്ട്. ഏത് കൈനറ്റിക് ഇക്വേഷൻ ആണ് മനസ്സിലോട്ട് ഓടി വരുന്നത്? ഇനി മനസ്സിലോട്ട് ഓടി വന്നില്ലെങ്കിൽ ഞാൻ ഓരോ ഇക്വേഷൻസ് എഴുതാം. B = U + AT എടുക്കാവോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എടുക്കണ്ട. കാരണം ഇതിനകത്ത് S ഇല്ല. പിടിയിട്ട്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ S = UT + പറഞ്ഞോ ½ AT² എടുക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ധൈര്യമായിട്ട് എടുക്കാം. ഈ പറഞ്ഞ എല്ലാവരും ഇതിനകത്തുണ്ട്. നോക്കിയേ, S ഉണ്ട്, U ഉണ്ട്, A ഉണ്ട്, T എന്ന് പറയുന്നത് ഒരെണ്ണം അല്ലടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ് ഗൈസ്. അപ്പൊ ആ ഇക്വേഷൻ അങ്ങോട്ട് എടുത്ത് വയ്ക്കണം. എന്താ ഇക്വേഷൻ? ഏതാണ് പറഞ്ഞേ? S = UT + ½ AT². എന്നിട്ട് ഈ കണ്ടീഷൻസ് എല്ലാം കൊടുക്കണം. ഒന്നാമത് എസിന്റെ സ്ഥാനത്ത് ഞാൻ H എന്ന് കൊടുക്കുക. ഏറ്റവും അവസാന നമ്പേഴ്സ് കൊടുക്കാം. ഏറ്റവും അവസാനം ഒരു ഫോർമുല ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ H എന്ന് കൊടുക്കും. U എന്ന് പറയുന്നതിന്റെ വാല്യൂ കണ്ടോ? 0. U എന്ന് പറയുന്നതിന്റെ വാല്യൂ 0. അപ്പൊ 0 × T എന്തായി കൂടെ? 0 ആയി. U 0 യാ. 0 × T അപ്പൊ എന്തായി? 0. ഇനി ഇവിടുന്ന് പ്ലസ് ഞാൻ അതുപോലെ ഇടുകയാണ്. പ്ലസ് ഈ 1/2 ഞാൻ അതുപോലെ ഇടുകയാണ്. 1/2. A എന്ന് പറയുന്നതിന്റെ വാല്യൂ ദാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട T എന്ന് പറയുന്ന ചേട്ടനാണ് T². റെഡ് കളറിലാണ് ഞാൻ T² ഇട്ടേക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ടേക്കണേ. അപ്പൊ H = ½ GT² എന്നിടുകയാണ് ഗൈസ്. ഇതിനകത്ത് നിന്ന് T ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആരുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റീച്ച് ദ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ T ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ T കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെഡ് കളറിൽ ഇരിക്കുന്ന T² ഒറ്റയ്ക്കാക്കണം. അവന്റെ കൂടെ ഈ താഴെ നിൽക്കുന്നവനെ ഇങ്ങോട്ട് അടിച്ച് മേലെ കയറ്റുക, മുകളിൽ നിൽക്കുന്നവനെ നേരെ ഇങ്ങോട്ട് അടിച്ച് താഴെ കയറ്റുക. അതായത് ഒന്ന് ശ്രദ്ധിച്ചേ ഗൈസ്, 2H/G = എന്തെന്ന് വരും? ഭാഗ്യ T² എന്ന് വരും. മനസ്സിലായി കാണുമെന്നാണ് എന്റെ വിശ്വാസം. നോക്കിയാൽ ഇത് നേരെ മേലെ പോകും, മറ്റോ നേരെ താഴെ വരും. ഇവിടെ മാഡം
ഇനി നമുക്ക് വീണ്ടും ഞാൻ പറയണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടി അല്ല, സോറി ടി സ്ക്വയർ അല്ല, ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h/g എന്ന് ഞാൻ എഴുതി. ഓക്കെ, ടി സ്ക്വയർ അല്ല, ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സ്ക്വയർ അപ്പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഗൈസ് ടി ഈക്വൽ ടു എല്ലാവരും ഇവിടെ √2h/g. ഇതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുല. നിങ്ങൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ വെട്ടിയിട്ട തേങ്ങ പോലെ, വെട്ടിയിട്ട തേങ്ങ എന്തിന് എക്സാമ്പിൾ ആണ്, വെട്ടിയിട്ട തേങ്ങ? ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് കേട്ടാൽ ടൈം ഫോർമുല √2h/g. വെട്ടിയിട്ട തേങ്ങ തകയിൽ വന്ന് വീഴാനെടുക്കുന്ന സമയം √2h/g. കാണാൻ പഠിച്ചേക്കണം. √ എന്താണ്? 2h/g. നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ കാര്യമല്ല, എൻട്രൻസിന് ഇത് കാണാൻ പഠിച്ചു വെച്ചിരിക്കും. ബോർഡ് എക്സാമിന് ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്താലേ അവന്മാർക്ക് ഈ സ്റ്റെപ്പിന്റെ മാർക്കുകളൊക്കെ ഇടുകയുള്ളൂ. സ്റ്റെപ്പ് വേണ്ടേ? സ്റ്റെപ്പ് നടന്നു കിടന്നു പോകാം. ഓക്കെ, സ്റ്റെപ്പ് മാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇടണം. ഇനി ഏറ്റവും അവസാനം നമുക്ക് ഒരു ഫോർമുല കിട്ടി. ആ ഫോർമുല നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടി ഈക്വൽ എന്താ ഫോർമുല? എന്താ? √ പറഞ്ഞേ 2h/g ആണ് ഗൈസ്. ഇതില് ഹെച്ചിന്റെ സ്ഥാനത്ത് ഹെച്ചിന്റെ വാല്യൂ കൊടുക്കും. എത്രയാണ് ഹെച്ചിന്റെ വാല്യൂ? ഇവിടെ കിടപ്പുണ്ട്. എത്ര ഹെച്ചിന്റെ വാല്യൂ? എത്ര? 100. ജിയുടെ സ്ഥാനത്ത് എന്താ? 9.8 10 കൊടുക്കാം. സോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക എന്നല്ല എന്റെ മീനിങ്. 2 × 100 ഡിവൈഡഡ് ബൈ എക്സാക്ട്ലി 9.8 ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ തൽക്കാലം 10 ഇട്ട് ചെയ്യും. പക്ക ആൻസർ കിട്ടണമെങ്കിൽ 9.8 തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി എല്ലാവരും ഒരു സെക്കൻഡ് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ ആൻസർ ആയി ഇവനും ബ്ലിങ്കി അടിച്ച് പോവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് √20. 26 അല്ല, √20. പക്ഷെ ഞാൻ ഇതിനെയും കൂടി ഒന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. ഒന്ന് കുഞ്ഞായിട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ കൊള്ളായിരിക്കും ഗൈസ്. ടി ഈക്വൽ ടു ഒന്ന് ശ്രദ്ധിച്ച √20. 20 എന്നുള്ളതിന് ഞാൻ 4 × 5 എന്ന് എഴുതുകയാണ്. 4 × 5 20 അല്ലേ? ഇനി എല്ലാവർക്കും അറിയാം √4 എന്ന് പറഞ്ഞാൽ എത്രയാ? √4 എത്രയാ? എത്ര? 2. അപ്പൊ നമുക്ക് ഫൈനൽ ചെയ്യാം. ടി ഈക്വൽ ടു 2√5 സെക്കൻഡ്സ്. ഇതാണ് നിങ്ങളുടെ ആൻസർ ഗൈസ്. ഐ തിങ്ക് ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സെറ്റാണോ? സെറ്റ് അല്ലേ? അപ്പൊ നോട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ടൈം ടേക്കൺ ബൈ എ ഫ്രീലി ഫോളിംഗ് ബോഡി ടു റീച്ച് ദ ഗ്രൗണ്ട്. T ഈക്വൽ ടു √2h/g. റൂട്ട് എനിക്ക് 2 പേർക്ക് പറഞ്ഞു. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം എൻട്രൻസിന് വേണ്ടിയിട്ട്. എന്താണ് സാധനം? എന്താണ്? ടൈം ടേക്കൺ ബൈ എ ഫ്രീലി ഫോളിംഗ് ബോഡി ടു റീച്ച് ദ ഗ്രൗണ്ട്. ഫോമിൽ എന്താ? T ഈക്വൽ ടു √2h/g. T ഈക്വൽ ടു √2h/g. വേറെ പല ചാപ്റ്റേഴ്സിലും ആവശ്യമുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോകാം. ഈ ചാപ്റ്ററിൽ വേണ്ട, വേറെ പല ചാപ്റ്റേഴ്സിലും ആവശ്യമുള്ള കാര്യം പറയാൻ പോകണം. എല്ലാവരും ഇവിടെ കേട്ടോണം ഗൈസ്. ഇവിടെ നോക്കൂ ഗൈസ്, ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കൂ. എന്താ ഇത്? ഗ്രൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എബവ് ഒരു പ്ലെയിന് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും ഗൈസ്. ഒരു യുദ്ധ വിമാനം. ഇതെന്താ ഇത് ഗൈസ്? ഇതെന്താണ് ഗൈസ്? പറയണത് കോഴിക്കുഞ്ഞല്ല, പരുന്തല്ല, ഇത് പ്ലെയിൻ ആണ് ഗൈസ്. അയ്യോ, ഇതിന്റെ ഇംഗ്ലീഷിൽ എന്ത് പറയും? എയറോപ്ലെയിൻ. അതെനിക്കും അറിയാം, എയറോപ്ലെയിൻ. ഞാൻ പ്ലെയിൻ എന്നല്ലേ പറഞ്ഞു. പിന്നെ പോടാ, ഇത് മറ്റേ ഇത് യുദ്ധത്തിന് യൂസ് ചെയ്യുന്ന ജെറ്റ്. എന്തോന്ന്? ജെറ്റ്. ഈ ജെറ്റിന്റെ പ്രത്യേകത ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ബോംബിടും. അതിനല്ലേ, അല്ലാതെ കാറ്റ് കൊള്ളാമല്ലല്ലോ യുദ്ധ വിമാനം യൂസ് ചെയ്യണത്. അല്ലെ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യും? ബോംബിടും ഗൈസ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റിൽ നിന്ന് ബോംബ് വീഴുകയാണ്. പറയടാ, ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റിൽ ബോംബ് വീഴണല്ല, ഇവന്മാർ ഇതെല്ലാം കൂടി പൊളിക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റീന്ന് എല്ലാരും പറഞ്ഞേ. ജെറ്റീന്ന് ബോംബ് വീഴാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റീന്ന് ബോംബ് വീഴാണ്. അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റ് നിർത്തി ബോംബിട്ടിട്ട് പോവല്ല.
എങ്ങനെയല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റ് നിർത്തിയിട്ട് ബോംബിട്ട് പോകുന്നു, നിർത്തി ബോംബിട്ട് പോകുന്നു. ആ പരിപാടിയില്ല. പൊയ്ക്കൊണ്ടിരിക്കുന്ന ജെറ്റിൽ നിന്ന് ബോംബ് എന്ത് ചെയ്യാണ്? വീഴുകയാണ് ഗൈസ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റിൽ നിന്ന് ബോംബ് വീണാൽ ആ ബോംബ് താണ്ട് ഗൈസ് ഇങ്ങനെ പോയി വീഴുള്ളൂ, അല്ലാതെ ഇങ്ങനെ വീഴൂല. ഇത് ഹെലികോപ്റ്റർ ആണെങ്കിൽ ഓക്കെ, ഹെലികോപ്റ്റർ ഇങ്ങനെ പോയി ഒരിടത്ത് നിന്ന് ഇട്ടു പോകുന്നു, ഇട്ടു പോകുന്നു. ഹെലികോപ്റ്റർ എങ്ങനെയാണ് പറയുക ഗൈസ്? പറയുക എങ്ങനെയാണ്? പറയണ എല്ലാരും ഗൈസ്. ഹെലികോപ്റ്റർ ഇട്ട് നേരെ വീഴും. എന്നിട്ട് തേങ്ങ വെട്ടിയിടണോ? ഇട്ട് പിന്നെ എന്ത് ചെയ്യും? വീണ്ടും പോകും, വീണ്ടും നിന്ന് വീണ്ടും എന്ത് ചെയ്യും? ഇടും, ഇതാ ഇട്ട് അത് വീണ്ടും പോവാണ് ഗൈസ്. വീണ്ടും എന്ത് ചെയ്യണം? ഇടും. എന്നാൽ പ്ലെയിൻ അങ്ങനെയല്ല. പ്ലെയിൻ ഇതാ ഇങ്ങനെ ഇങ്ങനെയല്ല ഇത് വീഴണത്. എങ്ങനെ വീഴാൻ എങ്ങനെയായിരിക്കും? പ്ലെയിൻ ഇതാ എന്താണ് അത്? ബോംബ്. അപ്പൊ ഇതെന്താണ്? ജെറ്റ് കേസ്. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ജെറ്റിൽ നിന്ന് ബോംബ് ഇട്ടാൽ ആ ബോംബ് ഇങ്ങനെയാണ് വന്ന് വീഴുന്നത്. ഇതാണ് ബോംബ് പ്രോബ്ലം. ബോംബ് പ്രോബ്ലം. എന്തോന്ന് പ്രോബ്ലം? ഇത് അടുത്ത ചാപ്റ്ററിൽ വരും. മോഷന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞ അടുത്ത ചാപ്റ്ററിൽ വരും. ഓക്കെ. അപ്പോഴൊരു കുഞ്ഞു കാര്യം, ഈ ബോംബ് വരണത് വീഴുന്നത് എങ്ങനെയാണ്? താണ്ടെ ഇങ്ങനെ കുണുകുണുകുണാന്നാണ് വന്ന് വീഴുന്നത്. എങ്ങനെയാണ് വന്ന് വീഴുന്നത്? കുണുകുണാന്നത് ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല വീഴുന്നത്. ഇങ്ങനെയല്ല. എങ്ങനെയല്ല? സൗണ്ട് ഇല്ല, അല്ല എങ്ങനെയല്ല. എല്ലാരും കൂടി തുപ്പല്ല ഇങ്ങോട്ട് എന്നല്ല. പിന്നെ എങ്ങനെയാണ് വന്ന് വീണത് ഗൈസ്? എങ്ങനെയാണ്? കുണുകുണുകുണാന്നാണ് ബോംബ് വന്ന് തകയിൽ വീണത് ഗൈസ്. ഇവിടെയും ടൈം ടേക്കൺ ബൈ ദ ബോംബ് ടു റീച്ച് ദ ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്റെ പൊന്നു മക്കളെ T=2h/g ആണ്. അല്ലാതെ അവിടെ വീണ്ടും ഇതിനെ ഡിറൈവ് ചെയ്ത് എടുത്തോണ്ടിരിക്കാനൊന്നും വയ്യ. ഹലോ, ഒന്ന് നോക്കോ, നോക്കോ, നോക്കൂലേ? തിരിച്ചു നോക്കിയപ്പോ ഞാൻ നോക്കോ. അപ്പൊ ഒരു കൂടി പറയാണ്, ഓടിക്കൊണ്ടിരിക്കണ ജെറ്റിൽ നിന്ന് ബോംബ് വീണേ. എന്തോന്നു? ഓടിക്കൊണ്ടിരിക്കണ ജെറ്റിൽ നിന്ന് ബോംബ് വീണേ. എന്തോന്നു? ആ ബോംബ് ആണ്. ഏതാണ്? ഇതാ ബോംബ് ഇങ്ങനെ വീഴുള്ളൂ ഗൈസ്. അപ്പൊ ടൈം ടേക്കൺ ബൈ ദ ബോംബ് ടു റീച്ച് ദ ഗ്രൗണ്ട്. ഫോർമുല ഇതാണ് ഗൈസ്. ഈ ഫോർമുല ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ഇതിങ്ങനെ കുണുകുണാന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ T=√of എന്താണ്? 2h/g. h എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ് ഗൈസ്. അപ്പൊ ഇന്ത പടം നീങ്ക പോടുങ്കോ പോടുങ്കോ വരേടേ വരാ. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കണം ഗൈസ്. PCQ എന്ന് ഇടണം. എന്നിട്ട് ചാപ്റ്ററിന്റെ പേര് സൈഡ് എഴുതണം, മോഷൻ ഇൻ എ പ്ലെയിൻ. എന്നിട്ട് ഹെഡിങ് കൊടുക്കണം, ബോംബ് പ്രോബ്ലം. എന്തൊക്കെയാണ്? PCQ നമ്മുടെ ഹെഡിങ് PCQ. എന്നിട്ട് ചാപ്റ്ററിന്റെ പേര്, ചാപ്റ്റർ ഏതാ? മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് ചാപ്റ്റർ. ബോംബ് പ്രോബ്ലം എന്ന് ഹെഡിങ് എഴുതണം. എന്നിട്ട് ഈ പടം വരയ്ക്കണം. പടം വരച്ചിട്ട് ഒരു ഡയലോഗ് അടിക്കണം. ടൈം ടേക്കൺ ബൈ ദ ബോംബ് ടു റീച്ച് ദ ഗ്രൗണ്ട്. ടൈം ടേക്കൺ ബൈ ദ ബോംബ് ടു റീച്ച് ദ ഗ്രൗണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. T=√of 2h/g. എന്താണ് ഫോർമുല? എന്താണ്? ടൈം ടേക്കൺ ബൈ ദ ഫ്രീലി ഫോളിംഗ് ബോഡി ടു റീച്ച് ദ ഗ്രൗണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പഠിച്ചത് അല്ലേ? എന്നിട്ട് ഏത് ചാപ്റ്ററിലാണ് ഇത് അപ്ലൈ ചെയ്തത്? ഇപ്പം മോഷന്റെ പ്ലെയിൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തത്. എവിടെയാണ് പഠിച്ചത്? രണ്ടാമത്തെ ചാപ്റ്ററിലാണ് പഠിച്ചത്. മോഷന്റെ സ്ട്രെയിറ്റ് ലൈനിലാണ് അത് പഠിക്കുന്നത്. പക്ഷെ എവിടെ അപ്ലൈ ചെയ്തു? മോഷന്റെ പ്ലെയിൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ അപ്ലൈ ചെയ്തു. കഴിഞ്ഞില്ല. ഇനി വേറൊരു ചാപ്റ്ററിൽ കൂടി നമുക്കിത് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവരും ഇവിടെ നോക്കിക്കോ, എല്ലാവരും ഇവിടെ നോക്കിക്കോ, എല്ലാവരും ഇവിടെ നോക്കിക്കോ. ഒരു ഗ്രൗണ്ട് ആണെന്നൊന്ന് വിചാരിച്ചേക്കണം ഗൈസ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടില് ഒരു ബീക്കർ എടുക്കണം. ബീക്കർ എടുക്കും ഗൈസ്. ഈ ബീക്കറിന്റെ അകത്ത് വെള്ളം ഫില്ല് ചെയ്യണം. വെള്ളം എടുത്തു വെച്ചു ഗൈസ്. എന്നിട്ട് ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കണം ഗൈസ്. വെരി സിമ്പിൾ ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഒരു വാട്ടർ ഇടാനാണ് ഉദ്ദേശിച്ചത്. ഇവിടെ എവിടെയെങ്കിലും ഒരു കുഞ്ഞു ഹോൾ ഇടണം. ആ ഹോളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തെന്നി പോകുന്നത് ഇങ്ങനെയായിരിക്കും ഗൈസ്. ഈ രീതിയിൽ ബോംബ് വന്ന് വീണെന്ന് പറയുന്നത് ഗൈസ്. ഇങ്ങനെയായിരിക്കും വെള്ളം പോവാ. നല്ല ഹൈറ്റില് വെള്ളം ഒഴിക്കണം. അല്ലാതെ വെള്ളം ഇങ്ങനെ ഇറ്റിട്ടിട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തതായിരുന്നു. പിടികിട്ടിയോ? ഇതെല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു കുഞ്ഞു ഹോളായിരിക്കണം. കുഞ്ഞു ഹോളിൽ കൂടി വെള്ളം പുറത്തേക്ക് പോകുന്നത് ഇങ്ങനെ പോകും ഗൈസ്.
ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇങ്ങനെ വെള്ളം പോകുന്നതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇഫ്ലക്സ് എന്ന് വിളിക്കും. ഇഫ്ലക്സ് എന്തോന്നാണ്? EWLUX എന്നാണ് എന്റെ തോന്നല്. എനിക്ക് സ്പെല്ലിംഗ് അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടെ. ഈ വെള്ളം ഇങ്ങനെ എന്ന് പറഞ്ഞു പോകുമ്പോ വെള്ളം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങാന്ന് മഴ പെയ്യുന്നത് പോലെ അല്ല ഇത്. വെള്ളത്തെ ഇങ്ങനെ എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്തോന്നാണ്? ഇഫ്ലക്സ്. EWLUX എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെ വിശ്വസിക്കല് കേസ്. EWLUX ഇഫ്ലക്സ്. ഇവിടെ 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 ഈ ഹോളിൽ നിന്ന് വെള്ളം തറയിൽ വന്ന് വീഴാനെടുക്കുന്ന സമയത്തിന്റെ ഫോർമുല T=√2h/g ആണ് ഗൈസ്. അവിടെ h എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആയിരിക്കും. ഹോളും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ് ആയിരിക്കും. സെയിം ഫോർമുലയാണ്. ഒരിക്കൽ കൂടി എന്തോന്നാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെള്ളം, ഹോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെള്ളം ഗ്രൗണ്ടില് ഷൂ എന്ന് പറഞ്ഞ് വന്ന് വീഴാൻ എടുക്കുന്ന സമയത്തിന്റെ ഫോർമുല മക്കളെ വീണ്ടും ഞാൻ പറയാണ്. എന്താ? T=√2h/g എന്നാണ്. അതിൽ h എന്താണ്? ഗ്രൗണ്ട് മുതൽ ഹോള് വരെയുള്ള ദൂരമാണ് ഈ h. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഏത് ചാപ്റ്റർ എന്നറിയാവോ? 7ാമത്തെ ചാപ്റ്റർ ആണ്. 7ആണെന്ന് അറിയില്ല, 6ഓ 7ഓ ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയും. ആ ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ്. ഫോമിൽ എവിടെയാണ് പഠിച്ചേ? 2ാമത്തെ ചാപ്റ്റർ. പിന്നെ ആ ഫോമിൽ നമ്മൾ എവിടെ യൂസ് ചെയ്തു? 3ാമത്തെ ചാപ്റ്റർ മോഷന്റെ പ്ലെയിൻ ബോംബ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്തു. സെയിം ഫോമിനെ നമ്മൾ എവിടെ യൂസ് ചെയ്യാണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ യൂസ് ചെയ്യണം. അപ്പൊ ഇതാണ് കണക്ഷൻ. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരും. എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ടല്ലേ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോണേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വയ്ക്കണം. സെറ്റാണോ ഗൈസ്? ഇവിടെ പറയണേ സെറ്റാണോ? യെസ് ഗൈസ്, എഴുതിക്കോട്ടെ. അപ്പം ചാപ്റ്ററിന്റെ പേര് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. PCQ ആണ്. വീണ്ടും PCQ മാർജിനിൽ PCQ അടിച്ചു വയ്ക്കണം. ചാപ്റ്ററിന്റെ പേര് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. ബ്രാക്കറ്റിൽ എഴുതേണ്ടത് ഒരു ഫുൾ ബോട്ടിൽ ഓട്ടയിടുക, ഓട്ടയിൽ കൂടി വെള്ളം ഷൂ എന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നു. ഒരു ഫുൾ ബോട്ടിൽ വെള്ളം എടുക്കുക, അതിലൊരു ഓട്ടയിടുക, ഓട്ടയിൽ നിന്ന് വെള്ളം ഷൂ എന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നു. ഇതാണ് ബ്രാക്കറ്റിൽ. എല്ലാവരും ഇത് എഴുതി വച്ചില്ലേ? നോക്കിയോ? ഒരു ഫുൾ ബോട്ടിലിൽ വെള്ളം എടുക്കുക, ബോട്ടിലിൽ ഒരു ഓട്ടയിടുക, ഓട്ടയിൽ നിന്ന് വെള്ളം ഷൂ എന്ന് പറഞ്ഞ് താഴെ പോകുന്നു. അതിന്റെ സമയം, വെള്ളം തറയിലെത്താൻ എടുക്കുന്ന സമയം. ഓക്കെ അല്ലേ ഗൈസ്? ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫ്രീ ഫോൾ ആണ്. കേസ് 1 എന്നുള്ള ഹെഡിങ് അല്ലേ? എല്ലാവരും പേജ് ഒന്ന് മറിച്ച് നോക്കണം. കേസ് 1 എന്ന് അവിടെ ഉണ്ടായിരുന്നു കാണും. അതിനകത്ത് ഫ്രീ ഫോൾ എന്നുള്ളൊരു ഹെഡിങ് ഉണ്ടായിരുന്നു കാണും. അതിനകത്താണ് നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഗൈസ്. വീണ്ടും അത് PCQ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് PCQ 2 എന്നിടാം, അല്ലെങ്കിൽ 2 എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. PCQ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. An object is released from the top of a building. An object is released from the top of a building of height 100 meter. An object is released from the top of a building of height 100 meter. What is the velocity? What is the velocity with which? What is the velocity with which that object hits the ground? What is the velocity with which that object hits the ground? What is the velocity with which that object hits the ground? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ഗ്രൗണ്ട് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ബുക്കും പേനയൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് നോക്കണേ. ഇത് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എബവ്, ശ്രദ്ധിക്കണേ, ആ ഹൈറ്റ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര? 100 മീറ്റർ. ഈ ഹൈറ്റ് എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ഡിസ്റ്റൻസ്, മറക്കരുത്. ഇപ്പൊ S = 100 അല്ലെങ്കിൽ H = 100.
അപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട് ഗൈസ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു തേങ്ങ അതിനെ വെട്ടിയിടുകയാണ്, റിലീസിങ് ആണ്. റിലീസ് എന്നുള്ളൊരു വേർഡ് ഉള്ളത് കൊണ്ട് ഉടനെ u = 0 എന്ന് കൊടുക്കണം. ചുമ്മാതല്ല, റിലീസ് എന്നുള്ളൊരു വേർഡ് ഉള്ളത് കൊണ്ടാണ് u = 0 എന്ന് കൊടുത്തത്. വെട്ടിയിട്ട തേങ്ങ താഴോട്ട് വരുന്തോറും അതിന്റെ സ്പീഡ് കൂടി കൂടി വരുന്നത് കാരണം a = g 9.8 അല്ലെങ്കിൽ അതാണ് പെർഫെക്റ്റ്. 9.8 ഇട്ട് തന്നെ ചെയ്യുക. എളുപ്പത്തിനാണ് ഞാൻ 10 ഇടുന്നത് കേസ്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടിയിട്ട തേങ്ങ താഴോട്ട് വരുന്തോറും സ്പീഡ് എന്ത് ചെയ്യും? കൂടി 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 കൂടിയാ വരുന്നത്. വെട്ടിയിട്ട തേങ്ങ താഴോട്ട് വരുന്തോറും സ്പീഡ്, ഹലോ, വെട്ടിയിട്ട തേങ്ങ താഴോട്ട് വരുന്തോറും സ്പീഡ് 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 കൂടി കൂടി കൂടിയാണ് വരുന്നത്. അപ്പൊ സ്പീഡ് കൂടി 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 തറയിൽ വന്ന് വീഴുമ്പോ മാക്സിമം സ്പീഡിലായിരിക്കും തറയിൽ വന്ന് വീഴുക. തറയിൽ വന്ന് വീഴുമ്പോ മറ്റേ താരാട്ട് പാടി വന്ന് വീഴുന്നതല്ല. വെട്ടിയിട്ട തേങ്ങ താഴോട്ട് വരുന്തോറും സ്പീഡ് കൂടി 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 തറയിൽ വന്ന് വീഴുമ്പോൾ ഒരു ഇമ്പാക്റ്റ്, ഭയങ്കര സൗണ്ടോടെ ഒരു വലിയൊരു ഇമ്പാക്റ്റിലാണ് വന്ന് വീഴുന്നത്. അപ്പൊ തറയിൽ വന്ന് വീഴുമ്പോ ഉള്ള വെലോസിറ്റിയാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. തറയിൽ ഇവിടെ വന്ന് വീണു ഗൈസ്, ആ സമയത്തുള്ള വെലോസിറ്റി v = ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒരിക്കലും വായിച്ചു നോക്കണം. ആൻ ഒബ്ജക്ട് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് 100 മീറ്റർ. റിലീസ് എന്നുണ്ട്. വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? എന്ന് വെച്ചാൽ തറയിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഉള്ള അവന്റെ സ്പീഡ് v ആണ് കാണേണ്ടത്. മനസ്സിലായവർക്ക് എല്ലാവർക്കും തംസപ്പ് അടിക്കാം ഗൈസ്. പക്ഷെ മനസ്സിലായോ? റിപ്പീറ്റ് അടിക്കണോ? പറയണോ? വേണ്ടല്ലോ, സെറ്റാണ്. ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ നോക്കിക്കോ. നിങ്ങളുടെ കയ്യിൽ u ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ a ഉണ്ട്, നിങ്ങൾക്ക് v കാണണമേ, നിങ്ങളുടെ കയ്യിൽ s ഉണ്ട്. ഏതൊരു ഇക്വേഷൻ? b = u + at വേണ്ട. ആരൊക്കെയാണ്? b = u + at എടുക്കൂല, കാരണം അതിനകത്ത് s ഇല്ല. ഏതേത്? s = ut + ½ at². അതും എടുക്കൂല, കാരണം അതിനകത്ത് ടൈമില്ല. നോക്കിയത് ടൈമില്ല. പിന്നെ ആകപ്പാട് നമുക്ക് അറിയാന്നുള്ള ഒരേ ഒരു ഇക്വേഷൻ ഉള്ളൂ. അത് ഏതാ? v² = u² + 2a. അതിൽ വിയുടെ പ്ലേസിലുള്ളത് ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ v² = യുവിന്റെ പ്ലേസിൽ 0. അപ്പൊ ഇത് 0 ആയി പോകും ഗൈസ്. 0 സ്ക്വയർ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 0 ആയി പോകും. +2 അതുപോലെ ഇട്ടു. എയുടെ സ്ഥാനത്ത് g കൊടുത്തു, എസിന്റെ സ്ഥാനത്ത് എസ്ഒ ഹെച്ച്ഒ ഇടാം. ഏറ്റവും അവസാനം നമുക്ക് വാല്യൂ ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും v² = 0 എഴുതണമെന്ന് നിർബന്ധമില്ല, 2gh. അടുത്ത സ്റ്റെപ്പിൽ സ്ക്വയർ അപ്പുറത്തേക്ക് പോകണം. ഈ സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും പറയാമോ? റൂട്ട് ആവും 2gh. ഇത്രയും കണ്ടെത്തി വച്ചതിന് ശേഷം ഈ ഫോമുല ആവശ്യമുണ്ട് എനിക്ക്. ഈ ഫോമുല വേറെ പല ചാപ്റ്റേഴ്സിൽ ആവശ്യമുണ്ട്. ഇവിടെ ഹെച്ച്ഒ എസ്ഒ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഓർന്നിട്ടിട്ട് അതുകൂടി എഴുതിക്കോ. ഓർന്നിട്ടിട്ട് എന്തുകൂടി എഴുതാം? പറഞ്ഞേ p = പറഞ്ഞേ √2gS എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യും. എല്ലാവരും ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ അതിലെ വാല്യൂസ് കൊടുത്താൽ മതി. p = √2 ഈ സ്മോൾ ലെറ്റർ g യുടെ സ്ഥാനത്ത് 10. 9.8 ആണ് ബെറ്റർ. 10 h ന്റെ സ്ഥാനത്ത് നിങ്ങളുടെ കയ്യിൽ വാല്യൂ ഉണ്ട്. നോക്കിയേ, h എത്രയാണ്? 100. ഗൈസ്, v = എത്ര വരൂടാ? 20 × 100. ആണോ അല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അല്ലേ, ശരിയല്ലേ? 2 × 10 20 എന്ന് എഴുതും. വേണമെങ്കിൽ ഇതിനെ വീണ്ടും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എൻട്രൻസ് ആസ്പെക്റ്റിൽ v = √4 × 5 × 100. ശരിയല്ലേ? 20 എന്നുള്ളതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 4 × 5. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ ഗൈസ്. ഉണ്ടകളിടാൻ പോവുകയാണ്. ഉണ്ട. എന്താണ് അതിന്റെ ആൻസർ? √4. എത്ര ആൻസർ? എത്ര? √4 എത്രയാ? 2. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണേ. അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. v = ഈ √4 അവിടെ വരുന്നുണ്ട് ഗൈസ്, ദാറ്റ് ഈസ് 2.
അതുപോലെ ഒരു ഉണ്ടയും കൂടി ഇടാൻ പോവാണ്. ഉണ്ടാ 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 ഉണ്ടാ. എന്താണ് റൂട്ട് 100? 10 ഗൈസ്. റൂട്ട് 100 എന്ന് പറയുന്നത് 10. 10 റൂട്ട് 100 എന്ന് വെച്ചാൽ ആരാണ്? 10 10. അപ്പോ ഇൻറ്റു 10 എന്ന് കൂടി ഞാൻ എഴുതും. ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ ഇവനാണ്. റൂട്ട് 4 എന്ന് പറയുന്നത് 2. അടുത്ത റൂട്ട് 100 എന്ന് പറയുന്നത് ആരാ? 10. നമ്മൾ കൺസിഡർ ചെയ്യാതെ ഒരാളിരിപ്പുണ്ട്. ആരാത്? റൂട്ട് 5. അങ്ങനെ തന്നെ എഴുതണം. റൂട്ട് 5. അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഗൈസ്. P equal to 20 root 5 meter per second. ഇങ്ങനെ എഴുതണം. ഇങ്ങനെ വേണം എഴുതി പ്രാക്ടീസ്. അല്ലാതെ ഉടനെ കാൽക്കുലേറ്ററിൽ എടുത്ത് വെച്ച് കൊടുക്കണമെന്നാണ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ എല്ലാ ദിവസവും ഡെയിലി കുഞ്ഞായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പറയും അടിപൊളിയായിട്ട് നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആദ്യമേ ചാടിക്കേറി കാൽക്കുലേറ്റർ യൂസ് ചെയ്യണ്ട. അതവിടെ വെച്ചരാ. ഇപ്പോഴായാലും യൂസ് ചെയ്യാമല്ലോ. പരീക്ഷയ്ക്ക് നിങ്ങൾ യൂസ് ചെയ്തോ? മാക്സിമം നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാം, എനിക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അത് ഈ മെത്തേഡുകളാണ്. നമ്മുടെ സ്കൂളിൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ പോണില്ല, ഒരിക്കലും പറയാൻ പോകില്ല. ഇപ്പം സിമ്പിൾ കാര്യമല്ലേ, വലിയ ആന കാര്യമില്ല. 2 into 10 20. പക്ഷേ 20 സ്പ്ലിറ്റ് ചെയ്ത് 4 into 5 ആയി. 4 ഇറങ്ങി 2 ആയിട്ട് വന്നു. റൂട്ട് 100 10 ആയി. ആ റൂട്ട് 5 അതുപോലെ എടുത്തത്. കഴിഞ്ഞടേ പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ ഗൈസ്? അപ്പോൾ എല്ലാവരും ചെയ്തേക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കേസ് 1 കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. കേസ് 1 എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിംഗ്, അല്ലെങ്കിൽ എന്താ പേര്, ഫ്രീ ഫോൾ. ഇതിനകത്ത് കേസ് 2 എന്ന് എഴുതണം. എഴുതിക്കോ കേസ് 2. കേസ് 2ന്റെ ഹെഡിങ് ഞാൻ പറയാം. ഹലോ കേസ് 2 എഴുതണം. കേസ് 2 ബാക്കിയ കേസ് 2. കേസ് 2 കേസ് 2 ഇതാണ്. An object is throwing vertically up. An object is throwing vertically up and return back to same position. ഇതാണ് കീവേഡ്. ഇൻവെർട്ടഡ് കോമയ്ക്കകത്തിട്ട് വെക്കണം. An object is throwing vertically up. An object is throwing vertically up and returns back to same point. മുകളിലോട്ട് എടുത്തെറിഞ്ഞിട്ട് അതേ സ്ഥലത്ത് ആ ഒബ്ജക്റ്റ് തിരിച്ചു വരികയാണ്. An object is throwing vertically up and returns back to same point. ഇത് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ഒരു കീവേഡ് കാണും. ഈ കേസ് 1 നോക്കിയേ. കേസ് 1 എന്ന് പറഞ്ഞു നോക്കിയാൽ അവിടുത്തെ കീവേഡ് ഒന്നുകിൽ ഫ്രീ ഫോൾ എന്നായിരിക്കും, അല്ലെങ്കിൽ എന്താ റിലീസ് എന്നായിരിക്കും, അല്ലെങ്കിൽ എന്താ ഡ്രോപ്പ് എന്നായിരിക്കും. കേസ് 2-നകത്തുള്ള കീവേഡ് എന്താ? An object is throwing vertically up and returns back to same point. Guys, എല്ലാവരും ഇവിടെ നോക്കാം. ഇവിടെ നിന്ന് എല്ലാവരും ഇവിടെ നമ്മുടെ കൈയാണെന്ന് വിചാരിച്ചോ. 2 കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ കൈ എന്ന് വിചാരിച്ചോ. ഞാനൊരു ബോളിനെ മുകളിലോട്ട് എടുത്തെറിഞ്ഞു, മുകളിലോട്ട് പോയി, എന്നിട്ട് തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വന്ന് വരിക. ഇതാണ് പടം. പടം വരയ്ക്കാൻ ഇങ്ങനെ വരയ്ക്കുന്ന കേസ്. ഒന്ന് വരയ്ക്കാവോ? നിങ്ങൾ കൈ വരയ്ക്കുന്നവർ കൈ വരച്ചോ. ഒരു ബോളിനെ വരച്ചു കാണിക്കണം. ബോള് നേരെ മേലോട്ട് പോകുന്നതായിട്ട് വരച്ചു കാണിക്കണം. എന്നിട്ട് ബാക്ക് ടു സെയിം പോയിന്റ്. എടാ ഇവിടെ പ്രധാനമായിട്ട് ആലോചിക്കേണ്ട അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ കീവേഡ് എന്താ? ആൻ ഒബ്ജക്റ്റ് ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ്. ഇങ്ങനെ കുത്തനെ മേലോട്ട് ചരിച്ചല്ല, അത് നേരെ വായിച്ചേക്കണം. ഇത് ആൻ ഒബ്ജക്റ്റ് ഈസ് ത്രോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിപ്പോ. ചരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിപ്പോ. ഇത് വേറെ ചാപ്റ്ററാണ്, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒബ്ജക്റ്റ് ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ്. കുത്തനെ മേലോട്ട് അറിയണം. ലൈക്ക് ദിസ്. കുത്തനെ ഇങ്ങനെ മേലോട്ട് അറിയണം. കുത്തനെ മേലോട്ട് അറിയണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ കീവേഡ്. എങ്ങോട്ടാണ് അറിയുന്നേ? എങ്ങോട്ടാണ് അറിയുന്നത്? മുകളിലോട്ടല്ലേ, താഴോട്ടല്ല. വെർട്ടിക്കലി അപ്പ്, കുത്തനെ മുകളിലോട്ടാണ് അറിയുന്നത്. എർത്ത് ഈ ഒബ്ജക്റ്റിനെ എന്താ ചെയ്യുന്നത്? താഴോട്ട് പിടിച്ച് വലിക്കുകയല്ലേ. പക്ഷെ ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടാ പോകുന്നത്? പോടാ പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ടാ പോകുന്നത്. എർത്ത് താഴോട്ട് പിടിച്ച് വലിക്കുമ്പോഴും നമ്മൾ കയ്യിലിരിക്കുന്ന പേന എടുത്ത് മേലോട്ട് എറിഞ്ഞ് മേലോട്ട് ഇപ്പം എറിയണ്ടായിരുന്നു. അപ്പം അത് മേലോട്ട്, പേന മേലോട്ട് പോകും. അപ്പോഴും എർത്ത് പിന്നെ താഴോട്ട് പിടിച്ച് വലിക്കുക. റോക്കറ്റ് ലോഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു, റോക്കറ്റ് മേലോട്ട് പോവാ. എർത്ത് താഴോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. എർത്തിൻ്റെ അടുത്ത് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് മേലോട്ട് പോവാ. നിങ്ങളുടെ ഒരു കല്ലെടുത്ത് നിങ്ങൾ മേലോട്ട് എറിഞ്ഞേ,
ആ കല്ലിനെ എർത്ത് താഴോട്ട് പിടിച്ച് വലിക്കുമ്പോഴും ആ കല്ല് എങ്ങോട്ട് പോവാ? മേലോട്ട് പോവാ. കേൾക്കുന്നുണ്ടോ? അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീവേഡ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -g കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാ മൈനസ് കൊടുത്തേ? എർത്ത് താഴോട്ട് പിടിച്ച് വലിച്ചിട്ടും ഇവൻ മേലോട്ട് പോകുന്നത് കൊണ്ടാണ് മൈനസ് കൊടുത്തത്. അത് ഡൗട്ട് ഉള്ളവര് ആ മൈനസ് കൊടുത്തതിന്റെ റീസൺ ഇവിടെ വല്ല കെട്ടിത്തൂക്കി എഴുതി വെച്ചോണം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി വെച്ചോണം. എർത്ത് താഴോട്ട് പിടിച്ച് വലിച്ചിട്ടും ഈ ബോഡി എങ്ങോട്ടാ പോകുന്നത്? ആ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് മേലോട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മൈനസ് കൊടുത്തത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ ഗൈസ്? അപ്പൊ എയുടെ സ്ഥാനത്ത് എയ്ക്ക് എന്താ കൊടുക്കേണ്ടത്? -g. അതാണ് ഒന്നാമത്തെ കാര്യം. സെറ്റ് അല്ലേ? സെറ്റാണ്. സെറ്റ് അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സ്ഥലത്ത് നിന്നും ഈ ബ്ലാക്ക് കളറിലിരിക്കുന്ന ഒരു ബോളിന് ഇവിടെ നിന്ന് ഒന്ന് നോക്കിയേ എല്ലാരും മോളെ ഇങ്ങോട്ട് ഇത് നേരെ മേലോട്ട് പോയിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് വീഴുന്നു എന്നാണല്ലോ കീവേഡ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഡീകോഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ആദ്യമേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒബ്ജക്റ്റ് ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ് ആൻഡ് റിട്ടേൺ ബാക്ക് ടു സെയിം പോയിന്റ്. ഒബ്ജക്റ്റ് ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ് ആൻഡ് റിട്ടേൺ ബാക്ക് ടു എന്താണ്? സെയിം പോയിന്റ്. വെർട്ടിക്കലി അപ്പ് ആയതുകൊണ്ട് a is equal to എന്താ? -g. ഇനി റിട്ടേൺ ബാക്ക് ടു സെയിം പോയിന്റ്, എറിഞ്ഞിട്ട് അതേ സ്ഥലത്ത് തന്നെ വന്ന് വീഴുക. എറിഞ്ഞിട്ട് അതേ സ്ഥലത്ത് തന്നെ വന്ന് വീഴുന്നു എന്ന് കീവേഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1, 2. എന്തുകൊണ്ടാണ് a is equal to -g എന്ന് കൊടുത്തതിന്റെ കാര്യം എന്താ? മേലോട്ട് പോകുന്നുണ്ടോ? എർത്ത് താഴോട്ട് പിടിച്ച് വലിച്ചിട്ട് ഇവ എങ്ങോട്ടാ പോകുന്നത്? മേലോട്ടാ പോകുന്നത്. അതുകൊണ്ട് a is equal to -g. എന്തുകൊണ്ടാണ് s equal to 0 കൊടുത്തതിന്റെ കാര്യം എന്താ? തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് വീണത് കൊണ്ടാണ്. ഇനി പ്രോബ്ലങ്ങൾ ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ആളുകൾ രണ്ടുപേരും ഉള്ള ഇക്വേഷനെ എടുക്കാവൂ. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴേ പറയും, b equal to u plus at എടുക്കരുത്. ഇവിടെ എന്തുകൊണ്ട് എടുക്കരുത്? എസ് ഇല്ല. ഒരു ലെറ്റർ ഇടുമ്പോൾ എനിക്ക് അനന്തുവിന് ഒരു ലെറ്റർ അയക്കണം. ഇപ്പൊ ലെറ്ററൊക്കെ എഴുതിയിട്ട് അനന്തുവിന്റെ അഡ്രസ്സ് എഴുതിയാലല്ലേ അനന്തുവിന് കിട്ടുള്ളൂ, അനന്തുവിന്റെ വീട്ടിലെത്തുള്ളൂ. ഇപ്പൊ ഇവിടത്തെ അഡ്രസ്സ് റിട്ടേൺ ബാക്ക് ടു സെയിം പൊസിഷൻ, എറിഞ്ഞ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു എന്നുള്ള അഡ്രസ് s=0. അപ്പൊ s=0 എന്ന് പറയുന്ന അഡ്രസ് ഇല്ലാതെ ലെറ്റർ അയച്ചിട്ട് കാര്യമില്ല. പിടിയിട്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പൊ ഒരു കാരണവശാലും ഈ ഇക്വേഷൻ എടുക്കരുത്. ബാക്കി രണ്ട് ഇക്വേഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. എന്തൊക്കെയാ? s= പറഞ്ഞേ ut plus ½ at² എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. കാരണം എസ് ഉണ്ട്, അഡ്രസ് ഉണ്ട്. ഇനി അടുത്ത ഇക്വേഷൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ഏതാ? p² ഏതാ? u² plus 2as എടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ നിൽക്കരുത്. ഏതാണ് കീവേഡ്? എന്താ? ഒബ്ജക്റ്റ് ഈസ് throwing vertically up and പറയണല്ല. ഇപ്പൊ ഇമ്പോസിഷൻ കിട്ടും ഡയറക്റ്റ് ആണ്. ആൻഡ് കോഴി വിളിക്കണല്ല. ആൻഡ് നിങ്ങളും പറയണം. ആൻഡ് റിട്ടേൺസ് ബാക്ക് ടു സെയിം പൊസിഷൻ, സെയിം പോയിന്റ് ആണ് കീവേഡ്. ക്വസ്റ്റ്യനകത്ത് ഈ രീതിയിൽ ഡീകോഡ് ചെയ്യാനുള്ള സെന്റൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായി കാണുമല്ലോ? ഇത്രയും നോട്ട് ചെയ്യാവോ കേസ്? ഓക്കെ. അപ്പൊ നമ്മൾ PCQ മാർജിനിൽ PCQ എന്ന് ഇടുക കേസ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്. PCQ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. PCQ ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. PCQ എഴുതിക്കോളാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. എ ബോൾ ഈസ് ത്രോയിങ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് 100 meter. എ ball is throwing vertically up. A ball is throwing vertically up from the top of a building of height 100 meter. എല്ലാവരും എഴുതണം. A ball is throwing vertically up from the top of a building of height 100 meter. A ball is throwing vertically up from the top of a building of height 100 meter. With the speed of 25 meter per second. With the speed of 25 meter per second. With the speed of
25 meter per second. Question number A, sub question രണ്ടെണ്ണമുണ്ട്. Question number A, find the time taken by the ball. Find the time taken by the ball. Return back to. Find the time taken by the ball. Return back to initial position. Find the time taken by the ball. Return back to initial position. Question number B. Find the speed. Find the speed with which. Find the speed with which the ball returns back to same position. Find the speed with which the ball returns back to same position. Question number C. Find the velocity. Question number C. Find the velocity with which. Find the velocity with which the ball returned back to same position. Find the velocity with which the ball returns back to same position. Question number D. Question number D. Question number D. Find the change in speed. Find the change in speed when the ball returns back to same position. Find the change in speed when the ball returns back to same position. Find the change in speed when the ball returns back to same position. Question number E. X vare poi, Z vare poi. Question number E. Find the change in velocity. Find the change in velocity when the ball returns back to same position. Find the change in velocity. That's change in speed. Find the change in velocity when the ball returns back to same position. Find the change in velocity when the ball returns back to same position. Question number F. F. Find the change in momentum. Find the change in momentum when the ball returns back to same position. Find the change in momentum when the ball returns back to same position. Find the change in momentum when the ball returns back to same position. Bracketil mass of the ball is 0.5 kilogram. Bracketil mass of the ball is 0.5 kilogram. Bracketil mass of the ball is 0.5 kilogram. FIR. Question number G. Z. Question number G. 0.5 kilogram. There. Question number G. Find the change in energy. Find the change in energy when the ball returns back to same position. Undo? Yattara questions are guys. Yattara questions. Etrose. A, B, C, D, E, F, G. G. Yes. Okay, guys. Anandu. Question വായിക്കടാ. എല്ലാവരും ഇനി ബുക്കൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാൻ ഞാൻ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം തരാം. ഓക്കെ, എല്ലാവരും ഇവിടെ നോക്കൂ. അനന്തു ക്വസ്റ്റ്യൻ വായിക്കടാ. അനന്ത് മാത്രം ബുക്ക് തുറന്ന് വെച്ചാൽ മതി. ബാക്കി എല്ലാവരും ബുക്കുകൾ അടച്ച് വെക്കണം. എല്ലാവരും ബാക്കിലുള്ള കുട്ടികളും ബുക്ക് അടച്ച് വെക്കണം. എല്ലാവരും ബുക്കുകൾ അടച്ച് വെക്കുക. വായിക്കും. A ball is throwing vertically up. A ball is throwing vertically up. A ball is throwing vertically up. Hello.
ഇവിടെ നോക്കൂ ഗൈസ്, ഇത് ഗ്രൗണ്ട്. എടാ പകടാ ഡയലോഗ് ആയിടാ. എ ബോൾ ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. അപ്പൊ ഞാനൊരു ബിൽഡിംഗ് വരയ്ക്കുകയാണ് ഗൈസ്. ബിൽഡിംഗ്, ഇതാണ് ബിൽഡിംഗ് ഗൈസ്. ബിൽഡിങ്ങിന് ഹൈറ്റ് വല്ലോ, 100 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് വരച്ച് പടം ഇങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കണം ഗൈസ്. ഇരുന്ന് ഉറങ്ങാനാണ് നിന്റെ ഉദ്ദേശവും. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും എ ബോൾ ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ്. ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പടം വരയ്ക്കുക. എ ബോൾ ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് വിത്ത് ദ സ്പീഡ്. എറിയുന്ന ആ സ്പീഡ് എത്രയാ? അത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. u ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഇനിഷ്യൽ. ആദ്യം ആ ബോളിന് കിട്ടുന്ന വെലോസിറ്റി അത് ആ സ്ഥലത്ത് തന്നെ ഞാൻ എഴുതുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്ത് നിങ്ങൾ ഇവിടെ തന്നെ എഴുതണം. അല്ല വല്ലയിടത്തും എഴുതി വെക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാവാനോ? വീട്ടിൽ പോയി പഠിക്കുമ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാവണം. എറിയുന്ന മൊമെന്റിൽ അവനുള്ള വെലോസിറ്റി എത്ര? 25 മീറ്റർ. അത് ഇനിഷ്യൽ വെലോസിറ്റി. ഇനി ഞാൻ ഈ ബോളിന് എങ്ങോട്ടാ എറിയുന്നത്? വെർട്ടിക്കലി അപ്പ്, നേരെ മേലോട്ടാ ത്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ a ഈക്വൽ ടു -g എന്ന് കൊടുക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി വീണ്ടും വായിച്ചോ, ക്വസ്റ്റ്യൻ വായിച്ചാ. Ball is throwing vertically up from the top of a building of height 100 meter with the speed of 25 meter per second. അത്രേ ഉള്ളൂ. ബാക്കി അടുത്ത ദിവസം എൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ബോൾ റിട്ടേൺ ബാക്ക് ടു ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിറഞ്ഞ ഈ ബോള് മുകളിലോട്ട് പൊന്തിപ്പോയിട്ട് തിരിച്ച് അതേ സ്ഥലം അതുവരെ മാത്രമേ, താഴോട്ട് വരച്ചിടരുത്, അതുവരെ എത്താൻ എടുക്കുന്ന സമയം. ഇവിടെ നിന്ന് മേലോട്ട് പോയ ബോൾ അവിടെ തന്നെ എത്താൻ എടുക്കുന്ന സമയം അതാണ് കാണാൻ. അവിടെ തന്നെ എത്തുക എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 കൊടുക്കണം. പിടിയോ? മനസ്സിലായവരെല്ലാരും തംസ് അപ്പ് ഗൈസ്, തംസ് അപ്പ്. തംസ് അപ്പ് ഗൈസ്. തംസ് അപ്പ് ഇല്ലാത്തവർക്ക് ഇമ്പോസിഷൻ ഗൈസ്. അല്ല മനസ്സിലായില്ലെങ്കിൽ തംസ് അപ്പ് അടിക്കരുത്. മനസ്സിലായില്ലേ? മനസ്സിലായ എന്താണ്? എറിഞ്ഞിട്ട് അതേ സ്ഥലത്ത് തന്നെ വന്ന് വീഴയല്ലേ? അതേ സ്ഥലത്ത് തന്നെ വന്ന് വീഴുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് SC കൊണ്ട് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അല്ല ഇനി എ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാൻ കഴിച്ചു. ഓരോന്നും ഓരോ പാർട്ടല്ലേ. എ പാർട്ട് ക്വസ്റ്റ്യൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. T ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടുത്തെ അഡ്രസ് എന്ന് പറയുന്നത് റിട്ടേൺസ് ബാക്ക് ടു ഇനിഷ്യൽ പൊസിഷൻ. എറിഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് വന്നു വീഴുന്നത്. ഇതാണ് അവന്റെ അഡ്രസ്. S0 എസ് ഉള്ള ഇക്വേഷനെ എടുക്കാവൂ. B = U + AT എന്ത് ചെയ്തുകൂടാ? എടുത്തുകൂടാ. എസ് ഉള്ള ഇക്വേഷൻ എടുക്കാവൂ. നീ എണീറ്റിരുന്നു, അവരുന്ന് ഉറങ്ങുന്നു. അപ്പൊ നീ എണീറ്റില്ല. നീ അവ ഉറങ്ങാതെ സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. എണീറ്റ് സ്റ്റാൻഡ്. അല്ലെങ്കിൽ ഹാൻഡ്സപ്പ് കുറച്ച് നേരം ഹാൻഡ്സപ്പ് ഇല്ലല്ലോ, പറ്റില്ല ഹാൻഡ്സപ്പ്. ഇപ്പൊ ക്വസ്റ്റ്യൻ വരും കേസ്. ഓക്കെ കേസ്. അപ്പൊ ഇവിടെ S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². ഇതായിരിക്കണം ഇക്വേഷൻ. ഓക്കെ അല്ലേ? എസിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നതായിരിക്കും. 0 ഇവിടെ ഈ ഈക്വൽ ടു അതുപോലെ ഇടണം. നീ ഈക്വൽ ടു ഇടുമ്പോ ശ്രദ്ധിക്കണം, എല്ലാം താഴെ ഇങ്ങനെ ഇടാൻ ശ്രമിക്കും. നീ ആദ്യത്തെ ലൈനിൽ ഇങ്ങനെ ഇടും, അടുത്ത ലൈനിൽ ഇങ്ങനെ ഇടും, അടുത്ത ലൈനിൽ ഇങ്ങനെ ഇടും, അടുത്ത ലൈനിൽ വേറെ ബുക്ക് വന്നു സൈഡിൽ പോകാൻ ഇതെല്ലാം താഴോട്ട് ഇങ്ങനെ ഇടണം. ഓക്കെ. ഇനി യുവിന്റെ വാല്യൂ ഇവിടെ ഉണ്ട് ഗൈസ്. യുവിന്റെ വാല്യൂ 25 ആണ്. 25 കൊടുക്കുക. 25 കൊടുത്തു ഗൈസ് യുവിന്റെ പ്ലേസിൽ. ഈ ടീയുടെ വാല്യൂ എനിക്ക് അറിയത്തില്ല. ടി അതിന്റെ കൂടെ അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. ടിയെ ഇൻറ്റു ഒന്നും ഇടണ്ട, അതിന്റെ കൂടെ അങ്ങ് വെച്ചാൽ മതി. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ ഗൈസ്? ഇനി ഇവിടെ ഉള്ള പ്ലസ് അതുപോലെ ഇവിടെ എടുത്തെഴുതാം. മേളിൽ നിന്ന് താഴോട്ട് എഴുതുന്ന കേട്ടോ, ഡൗട്ട് അടിക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി അടുത്ത് എന്താ ഉള്ളത്? ഇവിടെ അടുത്ത് ഇനി എന്താ ഉള്ളത് നോക്കി പറയണം. എന്താ ഉള്ളത്? 1/2 ഹാഫ്. അത് അതുപോലെ എടുത്തെഴുതുന്നത്. എയുടെ സ്ഥാനത്ത് നമ്മുടെ വാല്യൂ എത്ര? -g. അതൊരു മൈനസ് ഉള്ളതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് -g എന്ന് പറയും. ബ്രാക്കറ്റ് ഇട്ടേച്ചുകൊണ്ട് -g. ഇനി ഇവിടെ ആരാ ഉള്ളത്? T². അപ്പൊ -g ബ്രാക്കറ്റ് ഇട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം മൈനസ് അവിടെ ഉള്ളതുകൊണ്ടാണ്, ഒരു മൈനസ് വന്നത് കൊണ്ടാണ്
മൈനസ് അവിടെ വന്നത് കൊണ്ട് ബ്രാക്കറ്റ് ഇട്ടേച്ച് മൈനസ് ജി. പിന്നെ നമ്മളെ കണ്ടുപിടിക്കേണ്ട ടി ആ രണ്ട് കളറുകളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇരുന്ന് ഉറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. ഈ മൈനസും ഈ പ്ലസും കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൈനസും പ്ലസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ 0 = 25 ടി അതുപോലെ വരും. ഈ പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും പറയാമോ ഗൈസ്? പ്ലസിന്റെ മൈനസ് എന്താ? പ്ലസിന്റെ മൈനസ്. ബാക്കിയെല്ലാം അതുപോലെ എഴുതണം. 1/2 അതുപോലെ എഴുതണം. സ്മോൾ ലെറ്റർ ജി അതുപോലെ എഴുതണം. നമ്മൾ കണ്ടുപിടിക്കേണ്ട ടി സ്ക്വയറും അതുപോലെ എഴുതണം. ഓക്കെ ആണോ? സെറ്റാണോ? ഇനി അടുത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടി സ്ക്വയറിന്റെ വാല്യൂ ആണ്. അറിയാം. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. മൈനസ് അടക്കം ഞാനൊരു ഉണ്ട ഇട്ടേക്കാണ്. ഉണ്ടാ. ഈ ഉണ്ടയെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈക്വലിറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അടുത്ത സ്റ്റെപ്പിൽ ഉണ്ടയെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ് ഗൈസ്. ഒന്ന് ശ്രദ്ധിക്കണേ പ്ലീസ്. ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ഇവനെല്ലാം കൂടി ഈക്വലിറ്റി ഇപ്പുറത്തേക്ക് വരുമ്പോ ഈ മൈനസ് എന്നുള്ളവൻ പ്ലസ് ആവും. പ്ലസ് ഇടണ്ട. പക്ഷേ 1/2 ജി ടി സ്ക്വയർ = 25 ടി ഗൈസ്. ഇതുവരെ മനസ്സിലായവരെല്ലാവരും തംസപ്പ് അടിക്കണം ഗൈസ്. നിങ്ങൾ അവിടെ ഇരുന്ന് തംസപ്പ് അടിച്ചു. അടിയടേ. മനസ്സിലായെങ്കിൽ തംസപ്പ് അടിയടേ. മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ഞാൻ പറയാം. വേണോ? ഓക്കെ ആണോ? ഇനി ഒരു കുഞ്ഞു കാര്യം. ഈക്വൽ ടുന്റെ വലതുവശത്തും ഇടതുവശത്തും ഒരുപോലെ ഉള്ള ഒരിക്കൽ കൂടി ഈക്വൽ ടുന്റെ വലതുവശത്തും ഇടതുവശത്തും ഒരുപോലെ ഉള്ള അക്ഷരങ്ങളെ കട്ട് ചെയ്യാം. ഇവിടെ ഒരു ടി, ഇവിടെ 2 ടി ഉണ്ട്. അപ്പൊ 2നെ കട്ട് ചെയ്യണം. അപ്പൊ ഒരു ടി ബാക്കി കാണും. മനസ്സിലായോ? 2നെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ബാക്കിയായിട്ട് ഒരു ടി കാണും. ശ്രദ്ധിക്കണേ. 1/2 ഞാൻ അതുപോലെ ഇട്ടു. ജി മുകളിലാണ്, അതവിടെ ഉണ്ട്. ഒരു ടി അവിടെ ഉണ്ട്. ഈക്വൽ ടു 25. സിമ്പിൾ കാര്യം. അതിൽ കാര്യമൊന്നുമില്ല. ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റെഡ് കളറിലുള്ള ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞു കാര്യം കൂടി ഞാൻ പറയാണ്. സ്മോൾ ലെറ്റർ ജിക്ക് പകരം ഞാൻ 10 എന്ന് കൊടുക്കുകയാണ്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 9.8 എന്ന് കൊടുക്കുക. ഞാൻ 10 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റർ ജിക്ക് പകരം 10/2. പിന്നെ ടി ഈക്വൽ ടു 25. 10/2 5 എന്നറിയാം. 5 ടി ഈക്വൽ ടു 25. നമുക്ക് ടിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഗൈസ്. ടി ഈക്വൽ ടു ഈ മുകളിൽ നിൽക്കുന്ന ഈ 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവരെ താഴെ വരും. ഇവിടത്തെ 25/5 എന്ന് വരും. 25/5 എന്ന് വെച്ചാൽ ഹലോ 25/5 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എത്രടാ? 5 സെക്കൻഡ് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ തുടക്കം മറക്കരുത്. ബാക്കി ഇതൊക്കെ ചെയ്യാൻ 10ാം ക്ലാസ്സിലുള്ള പിള്ളേർ മതി, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലുള്ള പിള്ളേർ സോൾവ് ചെയ്ത് തരും. +1 എനിക്കൊണ്ട് ഇത് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഏതോ ക്ലാസ്സിലൊക്കെ, കുഞ്ഞു ക്ലാസ്സിൽ. എന്നാലും +1 നിങ്ങൾ പഠിക്കുന്ന കാര്യം റിട്ടേൺസ് ബാക്ക് ടു സെയിം പൊസിഷൻ. S = 0. ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ എസും ടിയും വരുന്ന ഇക്വേഷൻ വെച്ച് അങ്ങ് ചെയ്യണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ ഗൈസ്? സെറ്റ് ആണോ? ചെയ്തേക്കൂ ഗൈസ്. പെട്ടെന്ന് ചെയ്യണം. സോ ഗൈസ്, അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്ത് വായിക്കണം? ബി പാർട്ട് ക്വസ്റ്റ്യൻ. യെസ്, ഫൈൻഡ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ ബോൾ റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം പൊസിഷൻ. അപ്പൊ ഞാൻ ഇത് ഗൈസ് ചെയ്യാണ് ഗൈസ്. നമ്മൾ എന്തായാലും ടൈം കാൽക്കുലേറ്റ് ചെയ്തു. റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം. ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. എനിക്ക് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എല്ലാവരും ഇവിടെ നോക്കിയാൽ മതി തൽക്കാലത്തേക്ക്. ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്പീഡ് വിത്ത് വിച്ച് ബോൾ റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം പൊസിഷൻ. വീണ്ടും പറയാണ്, എറിഞ്ഞിട്ട് അതേ സ്ഥലം S = 0 വീണ്ടും കൊടുക്കണം. വീണ്ടും എടുത്തെഴുതണം. ബി പാർട്ടിൽ S = 0 എന്ന് എഴുതണം. ഫൈൻഡ് ദ സ്പീഡ്. ആദ്യം എറിഞ്ഞപ്പോൾ 25 ഉണ്ട്. തിരിച്ച് കയ്യിൽ വന്ന് വീഴുമ്പോഴേ ഉള്ള സ്പീഡ് B = ? ഫൈനൽ വെലോസിറ്റി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ ഇരുന്ന് മേലോട്ട് എടുത്ത് എറിഞ്ഞു ഗൈസ്.
എറിഞ്ഞ സമയത്ത് 25. മുകളിലോട്ടിങ്ങനെ പോയിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് വീഴുമ്പോൾ, അത് രണ്ടാമതല്ലേ തിരിച്ചു വന്ന് വീഴുന്നത്, ഫൈനൽ വെലോസിറ്റി v ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ ഇതൊക്കെ ഒരിക്കൽ കൂടി എടുത്തെഴുതാം. മുകളിലോട്ട് എറിയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡിലാണ്. മുകളിലോട്ടാണ് എറിയുന്നത്, അതുകൊണ്ട് a ഈക്വൽ ടു മൈനസ് ചെയ്യാം. ഞാൻ വീണ്ടും പറയാണ്, എസും ബിയും യുവും എയും വരുന്നൊരു ഇക്വേഷൻ വളരെ ഈസിയാണ്. ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതില് എസിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ നിങ്ങൾ കൊടുത്തു നോക്കിയേ, 0 into 2a എന്ന് വരും. 0 into 2a, ആ ടേം മൊത്തത്തിൽ 0 ആകും. നോക്കാം നമുക്ക്. ബി സ്ക്വയർ ഈക്വൽ ടു യുവിന്റെ ഉള്ള വാല്യൂ ഇവിടെ, യുവിന്റെ വാല്യൂ ഇതാ 25 സ്ക്വയർ പ്ലസ് 0. എന്തുകൊണ്ടാ? 0 into 2a 0. ഇനി അടുത്ത സ്റ്റെപ്പില് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. നമുക്ക് ബി ആണ് 25 സ്ക്വയർ. ഇവിടെ ഹലോ, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ. നമുക്ക് വേണ്ടത് ബി ആണ്. ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 25 സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്, റൂട്ട് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ റൂട്ട് 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗൈസ് വെറും 25 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടി, ബി ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഗൈസ്. ഓക്കെ അല്ലേ? തംസപ്പ് അടിയുടെ ഓക്കെ ആണെങ്കിൽ എല്ലാവരും സെറ്റാണ്. കാണാതങ്ങ് ചെയ്തേക്കണം ഗൈസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ടിന്റെ ആൻസർ ആയേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെലോസിറ്റി അല്ലെ, ഫൈനൽ വെലോസിറ്റി വെൻ ഇറ്റ് റിട്ടേൺസ് ബാക്ക് ടു ഇനിഷ്യൽ പൊസിഷൻ ആണോ. സി പാർട്ട് ക്വസ്റ്റ്യൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, നോക്കണം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കേ. വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി, എന്താ അങ്ങനെയല്ലേ? ഫൈനൽ ഫൈൻഡ് ദ വെലോസിറ്റി. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ സ്പീഡ്. സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ സ്പീഡ്. സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? സ്പീഡ്. സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? വെലോസിറ്റി. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഫൈനൽ സ്പീഡ്. ബി പാർട്ട്. സി പാർട്ട് എന്താ? ഫൈൻഡ് ദ വെലോസിറ്റി. ഈ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം. സ്പീഡ് എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ലെറ്റർ പറയണം കേസ്, അതായത് അതിന്റെ സ്പെല്ലിംഗ് പറയണം കേസ്. അങ്ങനെ സ്പീഡിന്റെ സ്പെല്ലിംഗ്. ബി പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ബി ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. ബ്രാക്കറ്റിൽ ഞാൻ എഴുതും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് സ്പീഡാണ്. ഓക്കെ, സ്പീഡായത് ബി പാർട്ട് ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് സ്പീഡ്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം, സ്പീഡ് എന്ന് എഴുതാം. ബ്രാക്കറ്റ് എഴുതിക്കോ. ബി ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ് എഴുതിയതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ, സ്പീഡ് എന്ന് എഴുതിക്കോ. എഴുതിയോ? ഇനി സി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. സി പാർട്ട് ക്വസ്റ്റ്യനിൽ പോവാണ്. സി പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ് ഗൈസ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക പ്ലീസ്. നിങ്ങള് ഇവിടെ ഒരു ബോള് ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഒരാൾ പോലും ശ്രദ്ധിക്കാതിരിക്കുന്നത്. ബോൾ ഇതാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിലാണ് നമ്മുടെ ബോൾ ഇരുന്നത്. ഇതിനെ മുകളിലോട്ട് ത്രോ ചെയ്തിട്ട് അതേ സ്ഥലത്ത് വന്ന് വീണു. മുകളിലോട്ട് ത്രോ ചെയ്തിട്ട് അതേ സ്ഥലത്ത് വന്ന് വീണു. അപ്പോൾ ഉള്ള സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത് എന്താ കാൽക്കുലേറ്റ് ഉള്ളത്? വെലോസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ ഗൈസ്. ഈ സി പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ആണ്. ബി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ബ്രാക്കറ്റിൽ വെലോസിറ്റി എന്ന് എല്ലാവരും എഴുതിയേ. ബി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ബ്രാക്കറ്റിൽ വെലോസിറ്റി എന്ന് എല്ലാവരും എഴുതിയേ. ബി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ബ്രാക്കറ്റിൽ വെലോസിറ്റി എന്ന് എല്ലാവരും എഴുതിയേ. വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റി ആണ് ഗൈസ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടാർ ക്വാണ്ടിറ്റി ആണോ? വെലോസിറ്റിയുടെ സ്പെല്ലിംഗ് പറയാവോ? വി കണ്ടോ? വെലോസിറ്റിക്കകത്ത് വി ഉണ്ടോ? അപ്പൊ ഇത് വെലോസിറ്റി വെക്ടാർ ക്വാണ്ടിറ്റി ആണ്.
സ്മാർട്ട് വർക്കാണ്, മെമ്മറൈസ് എളുപ്പമാണ്. വെലോസിറ്റിയിൽ വി ഉണ്ട്, വി ഉള്ളത് വെക്റ്റാർ ക്വാണ്ടിറ്റി. സ്പീഡ് ഏത് ക്വാണ്ടിറ്റിയാണ് ഗൈസ്? സ്പീഡിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. എസ് തുടങ്ങിയതുകൊണ്ട് അത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്മാർട്ട് വർക്കാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇപ്പൊ സ്പീഡ് ഏത് ക്വാണ്ടിറ്റി? ഹലോ സ്പീഡ് ഏത് ക്വാണ്ടിറ്റി? വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റി? ഈ വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. വെലോസിറ്റിക്ക് എന്തോന്നുണ്ട്? വെലോസിറ്റി നമ്മൾ എഴുതുന്നത് വി എന്നല്ലേ? അല്ലേ? വെക്റ്റാർ എന്ന് പറഞ്ഞാൽ വി അല്ലേ? ഇതിനെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു കുന്തമാക്കി മാറ്റാൻ പറ്റും. ഇതാ ഇങ്ങനെ വെച്ചാൽ അത് കുന്തമായി. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതായത് കണ്ട കുന്തം എപ്പോഴും ഡയറക്ഷൻ കാണിക്കുന്ന ആളാണ്. കുന്തം എപ്പോഴും എന്താണ്? ഡയറക്ഷൻ കാണിച്ചു തരുന്ന ആളാണ്. അപ്പൊ വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. വെലോസിറ്റിക്ക് എന്തോന്നുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ബ്രാക്കറ്റ് എഴുതുന്നു. വെലോസിറ്റി ഹാവിംഗ് ഡയറക്ഷൻ. സ്പീഡിന് ഡയറക്ഷൻ ഇല്ല. വെലോസിറ്റിക്ക് എന്തോന്നുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. സ്പീഡിന് ഡയറക്ഷൻ വേണോ? വേണ്ട. വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്, സ്പീഡിന് ഡയറക്ഷൻ ഇല്ല. ഇനി എല്ലാവരും ഇവിടെ അത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടത് എങ്ങനെയാ? ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞിടാം. നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ് ഗൈസ്. ഇതൊട്ടും അറിഞ്ഞുകൂടാത്തവർ മെമ്മറൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെലോസിറ്റിയുടെ സ്പെല്ലിംഗ് വി ആണ്. അതുകൊണ്ട് വെലോസിറ്റി വെക്റ്റാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റിയുടെ സ്പെല്ലിംഗ് വി ആണ്. അതുകൊണ്ട് വെലോസിറ്റി വെക്റ്റാർ ക്വാണ്ടിറ്റി ആണ്. ഈ വി വന്നിരിക്കുന്ന ഇതില് ഒരു വരയും കൂടി വരച്ച കുന്തമാണ് ഡയറക്ഷനെ കാണിക്കുന്നത്. അപ്പൊ വെലോസിറ്റിക്ക് എന്തോന്നുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. വെലോസിറ്റിക്ക് എന്തോന്നുണ്ട്? ആ ഒരു സ്മാർട്ട് വർക്ക് വെച്ച് ആലോചിക്കണം. വെലോസിറ്റിക്ക് എന്തോന്നുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. സിമ്പിൾ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ സിമ്പിൾ കാര്യമാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പടം വരയ്ക്കാം. നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ മണ്ടപ്പുറത്ത് നിന്നും എല്ലാരും ഇവിടെ ഒരു കല്ലിനെ എടുത്ത് നിങ്ങൾ മേലോട്ട് എറിഞ്ഞില്ലേ? എത്ര സ്പീഡിലാണ് നിങ്ങൾ മേലോട്ട് എറിഞ്ഞത്? u=25 m/s സ്പീഡിലാണ് നിങ്ങൾ മേലോട്ട് എറിഞ്ഞത്. എന്നിട്ട് അതേ കല്ല് ഇങ്ങനെ പോയിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് വന്നു. അപ്പൊ നിങ്ങൾ വിയുടെ വില കണ്ടെത്തി. വിയുടെ വില അവിടെ എത്രയായിരുന്നു? ഭാഗ്യ വിയുടെ വില ഇവിടെ എത്രയായിരുന്നു? v = എത്ര? 25 m/s. എറിഞ്ഞത് എത്ര? എറിഞ്ഞത് 25 m/s. വന്ന് വീണപ്പോഴും എത്ര? അതേ സ്ഥലത്ത് വന്ന് വീണപ്പോഴും എത്ര? 25 m/s. പക്ഷെ ഒരു കുഞ്ഞു കാര്യം ആലോചിക്കണം. ഒരു കുഞ്ഞു കാര്യം. എറിയുന്ന സമയത്ത് നിങ്ങളുടെ കുന്തം ഇങ്ങനെ അല്ലേ? വന്ന് വീണപ്പം കുന്തം ഇങ്ങനെ അല്ലേ? ഇത് വെലോസിറ്റിയുടെ കാര്യത്തിൽ മാത്രമേ കുന്തം വച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ. കേട്ടോണം. വെലോസിറ്റിയുടെ കാര്യത്തിൽ മാത്രമേ എന്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ? കുന്തം വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പിടിയിട്ടോ? ഈ കുന്തം ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് അല്ലേ? ആദ്യത്തെ കുന്തത്തിന് ഓപ്പോസിറ്റ് ആണോ? അല്ലേ? അത് കാണിക്കാൻ ഒരു മൈനസ് ഇടണം. സ്പീഡിനിടരുത്. സ്പീഡിന് ഈ പരിപാടി ഇല്ല. സ്പീഡ് ഏത് ക്വാണ്ടിറ്റിയാ? കുന്തമുള്ള ക്വാണ്ടിറ്റി ആണോ? അല്ല. വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റിയാ? വെലോസിറ്റി കുന്തം ഉള്ളവന്. അപ്പൊ കുന്തങ്ങൾ നോക്കിയാൽ ആദ്യത്തെ കുന്തം മുകളിലോട്ട്, വന്ന് വീണപ്പോൾ ഉള്ള കുന്തം താഴോട്ട്. രണ്ട് കുന്തങ്ങളും എന്താ? ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വെലോസിറ്റിക്ക് എന്ത് ചെയ്യണം? ഒരു മൈനസ് സൈൻ ഇടണം. മൈനസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 0യേക്കാളും താഴെ എന്നല്ല അതിന്റെ മീനിങ്. ഈ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കുന്തത്തിന് ഓപ്പോസിറ്റ് ആണെന്നാണ്. വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റിയാ? വെക്റ്റാർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റിയാണ്? v4 വെക്റ്റാർ. ഇവിടെ v4 വെക്റ്റാർ. വിയില് ഇങ്ങനെ ഒരു വരയും കൂടി വെച്ച കുന്തമായി ഡയറക്ഷൻ. അപ്പൊ വെലോസിറ്റി വെക്റ്റാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വരുമ്പോ എങ്ങനെ വരുമ്പോ? ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോ നിങ്ങൾ മൈനസ് ഇടണം. പിടികിട്ടിയോ? അപ്പൊ ഇവിടുത്തെ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാ? -25 m/s. ബി പാർട്ടിൽ സ്പീഡിന്റെ വാല്യൂ എത്രയായിരുന്നു? v = 20. സ്പീഡിനെ എസ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സ്പീഡായാലും വെലോസിറ്റി ആയാലും v കൊണ്ടാവും റെപ്രസെന്റ് ചെയ്യും. പക്ഷെ സ്പീഡ് ഏത് ക്വാണ്ടിറ്റിയാ? കുന്തമുണ്ടോ? സ്പീഡിന് കുന്തമുണ്ടോ? ഇല്ല. അപ്പൊ അതിന് മൈനസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റ് വരുമ്പോൾ മൈനസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ സ്പീഡ് ഈക്വൽ എത്രയാ? 25 m/s. പക്ഷെ വെലോസിറ്റി ഈക്വൽ എത്രയാ? എന്തുകൊണ്ടാ മൈനസ് വന്നേ? വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റിയാ? ഹലോ വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റിയാ? വെക്റ്റാർ ആണെങ്കിൽ അതിൽ എന്തോന്ന് വെക്കാം? കുന്തം വെക്കാം. കുന്തങ്ങൾ എന്തോന്നാണ്? ഇവിടെ എങ്ങനെ ഇരിക്കുന്ന കുന്തങ്ങള്? ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസിന്റെ. അപ്പൊ വെലോസിറ്റി ഇവിടെ മൈനസ് ആണ്. അപ്പൊ സി പട്ട ഗൈസ്, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എഴുതിക്കോളൂ ഗൈസ്.
അങ്ങനെ നമ്മൾ സി പാർട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഡി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് വായിച്ച. എല്ലാവരും ഒരുമിച്ച് വായിച്ച. ഡി പാർട്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ചേഞ്ച് ഇൻ സ്പീഡ്. എല്ലാവരും ഇവിടെ നോക്കൂ ഗൈസ്. ഡി പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ഡി പാർട്ട്. എല്ലാവരും ഇവിടെ ഉറങ്ങുന്നവരും ഉറങ്ങാത്തവരെല്ലാവരും. ചേഞ്ച് ഇൻ സ്പീഡ് ഡെൽറ്റ വി എന്ന് ഞാൻ എഴുതാണ്. ഹലോ, ഡെൽറ്റ വി ചേഞ്ച് ഇൻ സ്പീഡ് എന്നാണ് അതിന്റെ മീനിങ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എഴുതണം. ചേഞ്ച് ഇൻ സ്പീഡ്. എല്ലാവരും എഴുതിയ ചേഞ്ച് ഇൻ സ്പീഡ് ഡെൽറ്റ വി. സി പാർട്ടോ ഡി ഏതോ എത്രാമത്തെ പാർട്ടാ? ബി പാർട്ടോ? ഡി പാർട്ടാണ്. ഡി എന്ന് വിളിച്ചപ്പോ നീ എന്താണോ നോക്കി? ഹലോ, why you are looking? You okay? So guys, D part ആണ്. ഡെൽറ്റ വി ബ്രാക്കറ്റിൽ എഴുതുക. ചേഞ്ച് ഇൻ വെലോസിറ്റി. അങ്ങനെയല്ല, താഴെയായിട്ട് എഴുതേണ്ട. വെട്ടിയിട്ട് താഴെ എഴുതിയാൽ മതി. ഡെൽറ്റ വി താഴെയായിട്ട് ഇതുപോലെ ചേഞ്ച് ഇൻ സ്പീഡ് എന്ന് എഴുതുക. വെലോസിറ്റി അല്ല, സ്പീഡ്. ഡെൽറ്റ വി താഴെയായിട്ട് എഴുതുക. ചേഞ്ച് ഇൻ സ്പീഡ് ഗൈസ് ഈക്വൽ ടു വി മൈനസ് യു ആണ് ഗൈസ്. ചേഞ്ച് ഇൻ സ്പീഡ് കാണാൻ എപ്പോഴും ചെയ്യേണ്ടത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഡെൽറ്റ വി ഈക്വൽ ടു വി മൈനസ് യു. എന്താണ് ഡെൽറ്റ വി ഈക്വൽ എന്താണ്? വി മൈനസ് യു. ഡെൽറ്റ വി ഈക്വൽ ടു വി മൈനസ് യു. ഗൈസ്, വിയുടെ വാല്യൂ എത്രയാണ് പറയാമോ? വി ഫൈനൽ സ്പീഡാണ്. ഫൈനൽ സ്പീഡ് എത്രയാ? നോക്കിയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തില്ലേ? ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ എല്ലാരും ഒരിക്കൽ കൂടി നോക്കിയേ. എല്ലാരും നോക്കിയേ. ഇത് ഗ്രൗണ്ട്. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണേ. ഇത് ബിൽഡിങ്. എല്ലാവരും ഇവിടെ നോക്കണേ. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഈ കഥയാണ് ഞാൻ പറയുന്നത്. മുകളിലോട്ട് ഞാൻ എടുത്തെറിഞ്ഞപ്പോൾ u ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് യു. യുവിന്റെ വില 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഗൈസ്. തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് വീണപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ മുകളിലോട്ട് എടുത്തെറിഞ്ഞപ്പോൾ കുന്തം മുകളിലോട്ടാണ്. യു ഈക്വൽ എത്രയാ? ഇവിടെ യു ഈക്വൽ എത്രയാ? 25 മീറ്റർ പെർ സെക്കൻഡ്. തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് വീണപ്പോൾ കുന്തം നോക്കണം ഗൈസ്. കുന്തം ഇപ്പൊ താഴോട്ടാണ്. അപ്പോ ഫൈനൽ വെലോസിറ്റി വി ഈക്വൽ ടു എത്രയാ പറയാമോ? -25 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി വി ഈക്വൽ ടു എത്രയാ? -25 മീറ്റർ പെർ സെക്കൻഡാ. ഫൈനൽ സ്പീഡ് വി ഈക്വൽ ടു എത്രയാ? അതിന് മൈനസ് ഇടുവാടാ. സ്പീഡ് ഏത് ക്വാണ്ടിറ്റിയാടാ? സ്പീഡ് എസ് എന്നല്ലേ തുടങ്ങുന്നേ. എസ്സിൽ കുന്തമുണ്ടോ? വി വെലോസിറ്റി കുന്തമുണ്ട്. അപ്പൊ ഫൈനൽ സ്പീഡ് എത്രയാ? 25 എന്ന് ഇടാവും ഗൈസ്. ഇവിടെ ഫൈനൽ വെലോസിറ്റി എത്രയാ? -2. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ചേഞ്ച് ഇൻ സ്പീഡ്. അപ്പൊ എന്താ ഇവിടെ എഴുതണ്ടേ? ഫൈനൽ സ്പീഡ് മൈനസ് ഇനിഷ്യൽ സ്പീഡ്. ഇനി വാല്യൂ ഈക്വൽ എന്താ എഴുതണം? വിയുടെ സ്ഥാനത്ത് ഞാൻ എന്താ എഴുതണ്ടേ? -25 ആണോ 25 ആണോ എഴുതണ്ടേ? എനിക്ക് മനസ്സിലായില്ലേ? എന്താ എഴുതണ്ടേ? വിയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടേ? -25 കൊടുക്കണോ 25 കൊടുക്കണം? എന്താ കൊടുക്കേണ്ടേ? എന്തുകൊണ്ടാ 25 കൊടുത്തേ? സ്പീഡ് ആയതുകൊണ്ട്. കുന്തം വെച്ചല്ല. മൈനസ് നമ്മൾ എടുക്കൂല. സ്കെയിലാർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് 25 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 25 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് യുവർ ആൻസർ. എ വെരി ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഞാൻ വീണ്ടും ഒരു കാര്യം നിങ്ങളുടെ എല്ലാവർക്കും പറയാൻ ആരും എഴുതരുത്. ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കൂളിൽ പോയിരിക്കുമ്പോഴേക്കും ഇതേ കാര്യങ്ങൾ ഇതുപോലെയൊന്നും അവർ പറയില്ല. അവരവിടുത്തെ ഡയറക്റ്റായിട്ട് കുറേ ഡെറിവേഷൻസും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അങ്ങ് പോകും. അതും പഠിച്ചുകൊണ്ട് നിങ്ങൾ പബ്ലിക് എക്സാം എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതിയിലാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്.
പകുതിക്ക് താഴെ വെച്ചിട്ട്. ആകെപ്പാടെ +2 +1 പഠിക്കുന്ന പിള്ളേരെ നമുക്ക് 2 മാസമേ കിട്ടിയുള്ളൂ. പിടിയിട്ടോ? ഇപ്പോൾ +1 റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് പോലെ പഠിക്കാതെ പോയിട്ടുള്ള എല്ലാ പിള്ളേർക്കും അടിപൊളി മാർക്കുകൾ കിട്ടിയിട്ടുണ്ട്. 60-ന് 28, 60-ന് 30 മാർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. കാര്യം ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞ് +1 പരീക്ഷ കഴിഞ്ഞിട്ട് +2 പഠിക്കുന്ന ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ ചോദിക്കുക. ഡെറിവേഷൻസ് ഒരു 5 മാർക്കിന് ചോദിക്കും മാക്സിമം. നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി മാക്സിമം ചോദിക്കുന്ന ഒരു 5 മാർക്കിനാണ്. ബാക്കിയെല്ലാം ആപ്ലിക്കേഷൻസ് ആണ്. പിടിയോ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പിടിയോ? ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പം ഇതിൽ കുറേ എണ്ണം അങ്ങേര് വേറെ എന്തോ പഠിപ്പിക്കുകയാണ് എന്നൊന്നും വിചാരിക്കരുത്. പരീക്ഷയ്ക്ക് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. മനസ്സിലായി? അല്ലാതെ വെറും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൈനറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തു, അത് ചോദിക്കും. വെറും 3 മാർക്കിനോ 4 മാർക്കിനോ എല്ലാം കൂടി വരും. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസാണ്. അപ്പം അതിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ പഠിച്ച് തന്നെ പോകണം. മനസ്സിലായോ? മനസ്സിലായോ? പിടികിട്ടിയോ? പിന്നെ പഠിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടണം. ഉറക്കം വരികയാണെങ്കിൽ എണീറ്റ് നടന്ന് പഠിക്കണം. എന്തെങ്കിലും പഠിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടി പഠിക്കണം. വേറെ ഓപ്ഷൻ ഇല്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടി അങ്ങ് പഠിക്കണം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ്, PCQ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. കേട്ടല്ലോ അല്ലേ? അടുത്തോണ്ട് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് ഡി ആണോ ഇ ആണോ? അടുത്ത് ഇ ആണ് ഗൈസ്. ക്വസ്റ്റ്യൻ വായിച്ച ഈ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഭാഗ്യ വായിച്ച കുറച്ച് വായിച്ച എന്താണ് ക്വസ്റ്റ്യൻ? ഈ പാർട്ട് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി when the ball returns back the same position. അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് വീണ്ടും നിങ്ങളെ പഠിപ്പിക്കാം. സി പാർട്ട് ഇവിടെ കിടപ്പുണ്ട്, അത് ഡി പാർട്ട് ഇവിടെ കിടപ്പുണ്ട്. അടുത്ത ഈ പാർട്ടിലേക്ക് പോവാണ്. ഫുള്ളായിട്ട് ഒരിക്കൽ കൂടി പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിപ്പിക്കാം. ഒറ്റയടിക്ക് പോകുന്നില്ല. ഈ പാർട്ട് ഇവിടെ കാണേണ്ടത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഇവിടെ അതായത് ΔV ആണ് കാണുന്നത്. നേരത്തെ ΔV എന്തായിരുന്നു ഗൈസ്? എന്താ? ചേഞ്ച് ഇൻ സ്പീഡ്. എന്നാൽ ഇപ്പോൾ ഉള്ള ΔV എന്ന് പറയുന്നത് താഴെ എഴുതിക്കോളണം, ചേഞ്ച് ഇൻ വെലോസിറ്റി. നേരത്തെ ΔV കണ്ടപ്പോൾ ഉള്ള ഫോർമുല എന്തായിരുന്നു? എല്ലാരും ഇവിടെ നേരത്തെ ΔV കണ്ടപ്പോൾ ഉള്ള ഫോർമുല എന്തായിരുന്നു? V - U. അവിടുത്തെ വലിയ വ്യത്യാസങ്ങളോടെ ഇപ്പോൾ ഉള്ള ΔV കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് V - U ആണ് കേസ്. നേരത്തെ എന്തായിരുന്നു? V - U. ഇവിടെ അതിന്റെ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ? V - U. നേരത്തെ എന്താ? V - U. ഇപ്പൊ എന്താ വ്യത്യാസം? V - U. നേരത്തെ എന്താ? V - U. ഇപ്പൊ എന്താ വ്യത്യാസം? എന്താ? V - U. അതാണ് വ്യത്യാസം. നേരത്തെ എന്തായിരുന്നു? V - U. ഇപ്പൊ എന്താ വ്യത്യാസം? V - U. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ ഗൈസ്. ഇനി എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിക്ക് കുന്തമുണ്ടോ? കുന്തമില്ലേ? വെലോസിറ്റിക്ക് കുന്തമുണ്ടോ? കുന്തമില്ലേ? കുന്തമുണ്ട്. വെലോസിറ്റിക്ക് കുന്തമുണ്ട്. എല്ലാവരും നിങ്ങൾ ആദ്യത്തെ കഥ വായിച്ചു നോക്കുക ഗൈസ്. കഥയിൽ പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്നും എല്ലാവരും നോക്കണേ. ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്നും ഒരു ബോളിനെ മുകളിലോട്ട് എറിയാണ് വിത്ത് വെലോസിറ്റി 25 m/s. നേരത്തെ പറഞ്ഞ കഥ വീണ്ടും ഞാൻ പറയാം. എന്നിട്ട് ഈ ബോള് റിട്ടേൺ ബാക്ക് ടു സെയിം പൊസിഷൻ. അതായത് സെയിം സ്ഥലത്ത് തന്നെ ഈ ബോൾ തിരിച്ചെത്തി. ആദ്യത്തെ കുന്തം ഇങ്ങനെ, രണ്ടാമത് തിരിച്ചെത്തുമ്പോൾ കുന്തം ഇങ്ങനെ തിരിച്ച് അതേ സ്ഥലത്തെത്തിയപ്പോ V നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോഴുള്ള V വെലോസിറ്റി ആണോ സ്പീഡാണോ? ഭാഗ്യ ഏതാണ്? വെലോസിറ്റി. കുന്തം വേണോ കുന്തം വേണ്ടേ? കുന്തം വേണം. മൈനസ് വേണോ മൈനസ് വേണ്ടേ? -25. -25. വിക്ക് ഇവിടെ മൈനസ് കൊടുക്കണം. ഏത് ക്വാണ്ടിറ്റിയാ? വെക്റ്റാർ. കുന്തം വയ്ക്കണം.
രണ്ട് കുന്തങ്ങളും ഓപ്പോസിറ്റ് ആണെങ്കിൽ മൈനസ് കൊടുക്കണം. നേരത്തെ വിക്ക് നമ്മൾ മൈനസ് വെച്ചോ. എന്താ നേരത്തെ വി ആരായിരുന്നു? സ്പീഡായിരുന്നു. സ്പീഡിന് കുന്തം ഉണ്ടോ? ഇല്ല, വേണ്ട. പിടിയോ? അപ്പൊ ഇവിടെ ചെയ്യുമ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വിയുടെ പ്ലേസിൽ ഡെൽറ്റ വി ഞാൻ എഴുതാം ഈക്വൽ ടു ഇട്ടു. ഈ വിയുടെ പ്ലേസിൽ ഇവിടെ -25 വരും. ഇവിടെ ഉള്ള മൈനസ് അതുപോലെ എഴുതും. യുവിന്റെ പ്ലേസിൽ ഓൾറെഡി ഇവിടെ നമുക്ക് അറിയാന്നുള്ള 25 വയ്ക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരേ സൈൻ ആണെങ്കിൽ കൂട്ടി എഴുതിയിട്ട് 50 മീറ്റർ/സെക്കൻഡ് എന്നിട്ട് അതേ സൈൻ. ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടുക, നമ്പേഴ്സിനെ കൂട്ടിയിട്ട് അതേ സൈൻ ഇട്ട് വയ്ക്കുക. കഴിഞ്ഞു ഗൈസ്. ഇതാണ് സാധനം. മനസ്സിലായവരെല്ലാവരും തംസപ്പ് അടിക്കണം ഗൈസ്. മനസ്സിലായില്ല? റിപ്പീറ്റ് അടിക്കണോ? മനസ്സിലായ? ഓക്കെ ആണ്? ഓക്കെ ഗൈസ്, സെറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വിജയകരമായി പൂർത്തിയാക്കി വരികയാണ് ഗൈസ്. ഇനി എഫ് ആണ്. എഫ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. പലർക്കും മൊമെന്റത്തിന്റെ ഫോമിൽ അറിഞ്ഞുകൂടായിരിക്കും. അവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഞാൻ പഠിപ്പിച്ചു. ഫസ്റ്റ് ചാപ്റ്ററിൽ മൊമെന്റം ഒക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം മുതൽ ഇല്ലാത്ത പിള്ളേരുണ്ട്, അവർക്ക് അറിയത്തില്ലായിരിക്കും. കുഴപ്പമില്ല, നമ്മൾ വീണ്ടും പഠിക്കും. അല്ലെങ്കിൽ വീഡിയോ എങ്കിലും ചെയ്ത് ഞാൻ തരും. നിങ്ങൾ പഠിക്കണം. വീഡിയോ ചെയ്ത് വരുമ്പോൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ കിട്ടും പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ പറയുകയാണ് ഗൈസ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് ഗൈസ്. എന്താണ് മൊമെന്റം? മൊമെന്റത്തിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ പി ആണ്. പി 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 പറ. എല്ലാരും ഞാൻ പറയണല്ലോ, പറയണം. പി 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 കാപ്പി 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 അല്ല, പി പി പി. മൊമെന്റം. മൊമെന്റത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ പി ആണ് ഗൈസ്. എഫ്. ക്വസ്റ്റ്യൻ നമ്പർ എഫ്. ചേഞ്ച് ഇൻ മൊമെന്റം ആവുമ്പോൾ ഡെൽറ്റ പി താഴെ എഴുതണം. ചേഞ്ച് ഇൻ മൊമെന്റം. ഈ ചേഞ്ച് ഇൻ മൊമെന്റം കാണാൻ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി അത്രേ ഉള്ളൂ. മൊമെന്റത്തിന്റെ ഫോർമുല അനന്തു. മൊമെന്റത്തിന്റെ ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഫോർമുല മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ ഈ ഡെൽറ്റ വി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പറയൂ. ഡെൽറ്റ വി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ചേഞ്ച് ഇൻ എന്താണ്? വെലോസിറ്റി. ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനകത്ത് മാസ് തന്നിട്ടുണ്ട്. വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യനകത്ത് എക്സാക്ട്ലി മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? അതാണ് ഈ എമ്മിന് ഉണ്ടയിട്ടാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാസിന്റെ സ്ഥാനത്ത് 0.5. മാസിന്റെ സ്ഥാനത്ത് 0.5. എല്ലാരും ഇവിടെ മാസിന്റെ സ്ഥാനത്ത് 0.5. ഇവിടെ അതൊക്കെ പിന്നീട്. മാസിന്റെ സ്ഥാനത്ത് 0.5 ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സ്പീഡ് അല്ല. ചേഞ്ച് ഇൻ സ്പീഡ് സംശയം ഉണ്ടെങ്കിൽ മറിച്ച് നോക്ക്. 0 എന്നായിരിക്കും. മറിച്ച് നോക്കേ. ചേഞ്ച് ഇൻ സ്പീഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തത് 0 എന്നായിരിക്കും. ഡെൽറ്റ വി ഇവിടെ ഉദ്ദേശിക്കുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടിയത് -50 എന്നാണ്. യൂണിറ്റ് വെക്കണ്ട. ഇവിടെ നോക്കണേ. കണ്ടിട്ട് പിന്നെ കുത്താം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് -50. ഇനി ഇത് രണ്ടും കൂടി നിങ്ങൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെരി സിമ്പിൾ. ഞാൻ പറയും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0.5 ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ മാക്സിമം ട്രൈ ചെയ്യണം ഗൈസ്. എല്ലാവരും ശ്രദ്ധിക്കുക. 5 × 5 എത്രയുടെ? അതാദ്യം എഴുതി 25 അല്ലേ? ഇവിടെ ഒരു 0 ഇല്ലേ? ഉണ്ടാ? ആ 0 ഇവിടെ ഇടണം. ഇല്ലേ? എന്നിട്ട് ഇവിടെ ഒരു ഡെസിബല്, അതായത് കുത്ത് കഴിഞ്ഞിട്ട് എത്ര പോയിന്റ് ആവുള്ളേ? ഒരു പോയിന്റ് അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പോയിന്റ് മാറ്റി കുത്തി കഴിഞ്ഞ പരിപാടി. അല്ലാതെ കാൽക്കുലേറ്റർ എടുത്തോണ്ട് പോലും. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. കാൽക്കുലേറ്റർ എടുത്തോണ്ട് പോലും. എൻട്രൻസ് നമുക്ക് എഴുതണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എൻട്രൻസിന് നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടിയാൽ നമ്മൾ എഴുതി ഗൈസ്. എൻട്രൻസിൽ ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. പകരം എന്തോടാ? എൻട്രൻസിന് ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. എൻട്രൻസിന് ഒരു ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്.
ഓരോ ദിവസം മര്യാദയ്ക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്ത് പണി. പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമിന് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോ? മാക്സിമം കാൽക്കുലേറ്റർ വേണ്ടി. ഇവിടെ ഉള്ള 5 × 5 എത്ര എഴുതി ഞാൻ? 25. അതിന്റെ കൂടെയുള്ള 0 കിട്ടും. നോക്കിയപ്പോ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പൊസിഷൻ ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പൊസിഷൻ ഉണ്ട്? 1. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പൊസിഷൻ മാറ്റി പോയിന്റ് ഇടും. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പൊസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 പൊസിഷൻ മാറ്റി പോയിന്റ് ഇട്ട് തന്നെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആൻസർ കിട്ടി ഗൈസ്. ഇവിടെയുള്ള മൈനസിനെ മറിക്കരുതേ, എല്ലാം കഴിഞ്ഞിട്ട് മൈനസിനെ മറിക്കരുതേ. അങ്ങനെ ചേഞ്ച് ഇൻ മൊമെന്റം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. -25 എന്ന് കിട്ടും. കഴിഞ്ഞില്ല. മൊമെന്റത്തിന്റെ ഫോമിൽ ഞാൻ എന്താ പറഞ്ഞേ? മാസ് ഇൻറ്റു വെലോസിറ്റി. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഫോമിൽ എന്താ? മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈ മാസിന്റെ സ്ഥാനത്ത് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ സ്ഥാനത്ത് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ സെക്കൻഡ് റൈസ് ടു -1. ഇതാണ് സ്ഥാനം കേസ്. ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റ്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ അല്ലേ? ഓക്കെ ആണോ? മനസ്സിലായവർ തംസപ്പ് അടിക്കണം ഗൈസ്. കൈ പൊക്കി തംസപ്പ് അടിക്കണം. മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തംസപ്പ് അടിക്കരുത്. തലയും ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായവർ തംസപ്പ് അടിച്ചേ പറ്റൂ. ഓക്കെ ആണ് ഗൈസ്? എല്ലാവരും ഓക്കെ ആണ്? നീ തംസപ്പ് തന്നെ എടുക്കും. ഓക്കെ ആണ് എല്ലാവരും? നീ ഓക്കെ ആണോ മഹിമ? ഓക്കെ ഗൈസ്? സെറ്റ്. ഹലോ ഗൈസ്, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാത്തെ? ഡിയോ, ഇയോ, എഫോ, ജിയാ? ഫൈൻഡ് ദ ചേഞ്ച് ഇൻ എനർജി. ചേഞ്ച് ഇൻ എനർജി. എനർജിയോടെ പറയൂ ഗൈസ്. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ എനർജി. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ എനർജി. ഗൈസ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. എന്തായാലും നമ്മുടെ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് ഞാനൊരു ഒബ്ജക്റ്റിന്റെ മേലോട്ട് എടുത്തെറിയാണ്. ആ വെലോസിറ്റി എന്ന് പറയുന്നത് 25 മീറ്റർ/സെക്കൻഡ് ആണ്. എല്ലാവരും ഇവിടെ. തിരിച്ച് അതേ സ്ഥലത്തെത്തിയപ്പോൾ ഉള്ള വെലോസിറ്റി v എത്രയാണ്? v വെലോസിറ്റി ആണെങ്കിൽ -25 മീറ്റർ/സെക്കൻഡ്, അല്ലെങ്കിൽ v ആണെങ്കിൽ സ്പീഡ് ആണെങ്കിൽ എന്താ? 25 മീറ്റർ/സെക്കൻഡ്. ഓക്കെ അല്ലേ? എനിക്ക് വേണ്ടത് ചേഞ്ച് ഇൻ എനർജി ആണ്. എന്താണ് വേണ്ടേ? ചേഞ്ച് ഇൻ എനർജി. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഈ എറിയുന്ന ബോൾ ഉണ്ടല്ലോ, മേലോട്ടൊക്കെ എടുത്തെറിഞ്ഞ ബോളില്ലേ, അതിന് കൈനറ്റിക് എനർജി ആണോ ഉള്ളത്, പൊട്ടൻഷ്യൽ എനർജി ആണോ ഉള്ളത്? ഏതായിരിക്കും ഉണ്ടാവുക? എറിയുന്ന ബോൾ ഓടിക്കൊണ്ടിരിക്കുകയാണോ ഒരിടത്ത് ചെന്നിരിക്കുകയാണോ ചെയ്യുന്നത്? ഓടയിലേ ചെയ്യുന്നത്. വെലോസിറ്റീസ് ഉണ്ടോ ഇല്ലേ? എറിഞ്ഞപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടോ? എങ്കിൽ കൈനറ്റിക് എനർജിയാണ്. നിങ്ങളെല്ലാവരും ഒരിടത്ത് വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ. നിങ്ങളെല്ലാം ഒരിടത്ത് ഇങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ജമ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം കൈനറ്റിക് എനർജി. ഇപ്പം നിങ്ങൾക്കെല്ലാം പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾ ഓടിയാൽ, നിങ്ങൾ നടന്നാൽ, നിങ്ങൾ ഉരുണ്ടാൽ, നിങ്ങൾ ഞെരങ്ങിയാൽ നിങ്ങൾക്കെല്ലാം നീ ഇങ്ങനെയാണ് നിന്റെ ലിപ്പ് മൂവ് ചെയ്ത് ഇങ്ങനെ. അപ്പം ഇങ്ങനെ മൂവ് ചെയ്താൽ പൊട്ടൻഷ്യൽ എന്നേ പറയാൻ പറ്റൂ. ഇങ്ങനെ വന്നാലേ കൈനറ്റിക്. ഇങ്ങനെ കൈനറ്റിക്. നീ ആദ്യം പൊട്ടൻഷ്യൽ മായ്ക്കുന്നതിൻ്റെത് കേട്ടാ? ഓക്കെ ഗൈസ്, ഒരിക്കൽ കൂടി. എടുത്തെറിയുമ്പോ ഈ ബോൾ ഇങ്ങനെ മുകളിലോട്ട് പോയി. ചോദിച്ചെങ്കിൽ ഓക്കെ നോക്കിയോ. അപ്പം ബോൾ നമ്മൾ മുകളിലോട്ട് എടുത്ത് എറിയുന്നു, താഴോട്ട് വരുന്നു. ഇവന് കൈനറ്റിക് എനർജി ആണോ ഉള്ളത്, പൊട്ടൻഷ്യൽ എനർജി ആണോ ഉള്ളത്? കൈനറ്റിക് എനർജിയുടെ ഫോമിൽ എന്താണ് ഗൈസ്? ഹാഫ് എം. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ ഫോമുല എന്ന് പറയുന്നത് എന്താണ് ഗൈസ്? പറയാമോ പ്ലീസ്? ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. അതിനെ ഇങ്ങനെ എടുത്ത് കാര്യം ഇതെന്താ? ചേഞ്ച് ഇൻ എനർജി അല്ലേ? അപ്പോൾ ഇത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇത് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. എപ്പോഴും ചേഞ്ച് കാണാൻ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. എപ്പോഴും ചേഞ്ച് കാണാൻ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. എപ്പോഴും ചേഞ്ച് കാണാൻ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. മാസ് സെയിം ആണ്, 0.5 കിലോഗ്രാം.
നോക്കടാ. 0.5 കിലോഗ്രാം ആണ് മുകളിലോട്ട് എടുത്തെറിഞ്ഞത്. താഴെ വന്ന് വീഴുന്നത് 0.5 കിലോഗ്രാം. മാസ് സെയിം. ഈ എറിയുന്ന സമയത്തുള്ള യു എത്ര? വന്ന് വീണപ്പോൾ ഉള്ള വി എത്ര? അപ്പൊ വിയും സെയിം, എമ്മും സെയിം, എല്ലാം സെയിം. ഡെൽറ്റ വി ഡെൽറ്റ ഇ ഈക്വൽ ടു 0. കാര്യം എന്താ? മാസ് സെയിം. വി എത്ര? 25. യു എത്ര? 25. അതും സെയിം. അപ്പൊ 5 - 5 എത്ര? 10 - 10 എത്ര? അതേപോലെ ഇരിക്കും. സെയിം നമ്പർ മൈനസ് സെയിം നമ്പർ. ആൻസർ എന്ത് കിട്ടുകയാണ്? 0 കിട്ടുകയാണ്. അങ്ങനെ നമുക്ക് ചേഞ്ച് ഇൻ എനർജി ഈക്വൽ ടു 0 0 0. പറഞ്ഞു എല്ലാവരും. ചേഞ്ച് ഇൻ എനർജി ഈക്വൽ ടു 0 0 0. യെസ് ഗൈസ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.